ഹായ് ഹലോ. പെഡഗോജിയിലെ 4ാമത്തെ യൂണിറ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിന് ഡിഫറെൻ്റ് ആയ മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ അതല്ലെങ്കിൽ സ്ട്രാറ്റജികളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ് പരിചയപ്പെടുക. അത് ടീച്ചർ ഓറിയന്റഡ് ആയിരിക്കും ആൻഡ് ലേണർ ഓറിയന്റഡ്. ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ കുറച്ച് മെത്തേഡ്സ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ ക്ലാസ്. അപ്പം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് സ്ക്രീന് വളരെ വ്യക്തമായി കാണുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. Am I right? Yes, sir. Okay. So first of all, we should understand what is the method of teaching. Teaching method എന്നാൽ എന്ത് എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. അതിന് അവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. A scientific way of presenting the subject, keeping in mind the psychological and physical requirement of children. അഥവാ ടീച്ചിങ് നമ്മൾ പറഞ്ഞു സയന്റിഫിക് ആണ്, ഒരു സയന്റിഫിക് സ്ട്രാറ്റജിയാണ് ആക്ച്വലി ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. സോ സയന്റിഫിക് വേ ഓഫ് പ്രസന്റിങ് ദ സബ്ജക്ട് ഓർ സയന്റിഫിക് വേ ഓഫ് പ്രസന്റേഷൻ എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി നമുക്ക് ടീച്ചിങ്ങിനെ പറയാൻ പറ്റുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പറയാൻ പറ്റുക. ആ സമയത്ത് വി ഹാവ് ടു കീപ് ഇൻ മൈൻഡ്, നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളുടെ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ റിക്വയർമെന്റ്. കാരണം അവർക്ക് മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഒക്കെ അവർക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടാവും. ആ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ടീച്ചിങ്ങിനെ സയന്റിഫിക് ആയിട്ട് നേരിടാൻ. അഥവാ കുട്ടിയെ മനസ്സിലാക്കി, കുട്ടിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സയന്റിഫിക് ആയി ഒരു ടോപ്പിക് പഠിപ്പിക്കുന്ന രീതിയാണ് ആക്ച്വലി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്ന് പഠിക്കും. അതേപോലെ തന്നെ ആ മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ വിച്ച് മെത്തേഡ് ഷാൾ ബി അഡോപ്റ്റഡ് ഓർ സെലക്റ്റഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡിപ്പെൻഡ് അപ്പോൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ലെസൺ. ഏത് മെത്തേഡിലാണ് ക്ലാസ് എടുക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ ഇന്ന മെത്തേഡിലാണെന്നുള്ളതല്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ്, അതല്ലെങ്കിൽ നാച്ചർ ഓഫ് ദ കോണ്ടന്റ് ആണ്, അല്ലെങ്കിൽ നീഡ് ഓഫ് ദ ലേണേഴ്സ് ആണ്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇനിയുണ്ട്. അഥവാ ഏറ്റവും ബേസിക് ആയിട്ട് ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താ നോക്കി, ആ ഒരു കോണ്ടന്റിന്റെ നാച്ചർ എന്താ നോക്കി, ആ സബ്ജക്ട് എന്താ നോക്കി, കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താ നോക്കി, അതുപോലെ തന്നെ കുട്ടികളുടെ സ്കില്ല്, ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ, നമുക്കുള്ള ഫെസിലിറ്റീസ്, ഇതൊക്കെ നോക്കി കണ്ടിട്ടാണ് ശരിക്കും നമ്മളൊരു മെത്തേഡ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അഥവാ കുട്ടികൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പഠിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി നമുക്ക് അഡോപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സ്കൂളിൽ കമ്പ്യൂട്ടർ ഇല്ല, അല്ലെങ്കിൽ അത്തരം IT സംബന്ധമായിട്ടുള്ള ICT ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്തിനു പറ്റൂല, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റൂല. എന്നാൽ ചില ഒരു കോണ്ടന്റ് ഉണ്ട്, അത് കുട്ടികൾക്ക് ഒതന്റിക് ആയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിക്കേണ്ടതാണെങ്കിൽ അവിടെ ടീച്ചർ ഓറിയന്റഡ് മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഡെമോൺസ്ട്രേഷനോ അല്ലെങ്കിൽ ലെക്ചർ മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പം അത്തരം ഡിഫറെന്റ് മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇത് പഠിക്കാൻ റെഡിയാണോ? ഇതിലിപ്പോ ഈ വോയിസ് കേട്ടുകൊടുക്കുന്ന ആളുകള് എത്ര പേര് ടീച്ചേഴ്സ് ഉണ്ട്? ജസ്റ്റ് ഒന്ന് എത്ര പേര് ടീച്ചേഴ്സ് ഉണ്ടോ? റെഗുലർ ടീച്ചേഴ്സ് ക്ലാസ് ഇപ്പോൾ നിലവിൽ ഓൺലൈനിൽ ഉണ്ടോ? ഇല്ല. എന്നാല് റെഗുലർ സ്റ്റുഡൻസ് ആയ ആളുകൾ നിലവിൽ ഓൺലൈനിൽ ഉണ്ടോ? അതെ, ഉണ്ടല്ലോ, എല്ലാരും ഉണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് ടീച്ചിങ് എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ അതിന് സാക്ഷികളാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് അവസാനം പറയണം. ഓക്കെ, നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് പറയണം. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് ടീച്ചിങ്ങിനെ നേരിടാം, കുട്ടികളുടെ സൈക്കോളജിക്കൽ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് സയന്റിഫിക് ആയിട്ട് പഠിപ്പിക്കാം. ഇതാണ് ആക്ച്വലി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. അത് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായാൽ എന്ത് പറയണം? യെസ് സർ എന്ന് പറയണ്ടേ? ഞാൻ ബാക്കറൊന്നും വന്നിട്ടില്ലെന്ന്.
എന്റെ കുറവുണ്ട്. ഫാത്തിമാൻക്ക് എനർജിയിൽ നിന്ന് നോമ്പുണ്ടേനോ? അതേപോലെ ഞാൻ വീട്ടിൽ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. ഞാൻ എന്റെ തലാട്ടിന്റെ കാര്യം വിചാരിച്ചു എനിക്ക് കാണോ? തലാട്ടി കാണോ? യെസ്. അപ്പൊ എസ് സർ എന്നുള്ള ഉറക്കെ പറയട്ടോ. എന്നാലും എനിക്ക് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കിട്ടിയാലും അങ്ങോട്ട് തരാൻ കഴിയുള്ളൂ. അപ്പം അതൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ നോളജ് ഇതിൽ നിന്ന് അറിയേണ്ടത് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഒരു ടീച്ചറെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ വ്യത്യസ്തമായ മാർഗങ്ങൾ ഉണ്ട്. അതാണ് രണ്ടാമത്തെ നോളജ്. ഓക്കെ, അതെന്ത് ചെയ്യണം? കുട്ടികളെ നോക്കിയിട്ടും കോണ്ടന്റ് നോക്കിയിട്ടും ലേണിംഗ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ലെസൺ ഒക്കെ നോക്കിയിട്ടാണ് ഏത് മെത്തേഡാ പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് മനസ്സിലാവേണ്ടത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സിലേക്ക് നമ്മൾ ആദ്യം പോണത്. ഓക്കെ, പ്രധാനമായിട്ട് 2 മെത്തേഡ്സ് നമ്മൾ പഠിക്കുക. ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് ആൻഡ് ലേണർ സെന്റേർഡ് മെത്തേഡ്സ്. അപ്പം ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് ആകുമ്പോഴേ ശരിക്കും അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരാൻ സാധ്യത എന്താന്നുള്ളത് നിങ്ങൾക്കൊന്ന് അസ്യൂം ചെയ്യാൻ പറ്റുമോ? ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്താണ്? ടീച്ചേഴ്സിനായിരിക്കും അവിടെ റോൾ. ടീച്ചേഴ്സിന് എനിക്ക് ഇവിടെ പ്രോമിനന്റ് റോൾ ഉണ്ടാവുക. ടീച്ചേഴ്സ് എങ്ങനെ അവിടെ രാജാവ് അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു ബേസിക് നോളജ് ഉണ്ടായാലേ ബാക്കി നമുക്ക് വളരെ സിമ്പിൾ ആണ്. സോ ഇവിടെ അല്ലേ ഞാനൊരു 3 ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 3 ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കുമ്പോൾ വേഗം റെഫർ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. ടെക്സ്റ്റിൽ ഇങ്ങനെ ഈ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ 3 മെത്തേഡ്സ് ഒന്നും കാണൂല കേട്ടോ. ഞാനത് ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതിൽ ആദ്യത്തേതാണ് ലെക്ചർ മെത്തേഡ്. ഒരു 2005 മുമ്പ് സ്കൂളിൽ പഠിച്ച ആൾക്കാരൊക്കെ ഈ ഒരു ഓൺലൈനിൽ ഉണ്ടല്ലോ അല്ലെ? ഉണ്ട് അല്ലെ? ആരെങ്കിലും നമ്മൾ പ്രതിനിധി ഉണ്ടായാൽ മതി. സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി നമുക്കറിയാം, സാറില്ല. സോ അവര് ഏറ്റവും കൂടുതൽ കണ്ട ഒരു മെത്തേഡാണ് ആക്ച്വലി ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ലെക്ചറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? അധ്യാപകൻ ഇങ്ങനെ ക്ലാസ്സിൽ നിന്നുകൊണ്ട് അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ഘോരഘോരം പ്രസംഗിക്കുന്നു, കുട്ടികൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു, അവർ മിയർ ലിസണേഴ്സ് ആയത് കേൾക്കുന്നു. അധ്യാപകൻ പറയുന്നതൊക്കെ അവരിങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്നു. ടീച്ചർ പറഞ്ഞാല് അതന്നെയാണ് ശരി, ടീച്ചർ പറയുന്നത് മാത്രമാണ് ശരി, അത് മാത്രം പഠിച്ചാൽ മതി, അതേ പഠിക്കേണ്ടതുള്ളൂ എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിൽ ഇങ്ങനെ പോകുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് അവിടെ. പാസീവായിരിക്കുന്ന വിദ്യാർത്ഥികൾ, വെറും പഠന പ്രവർത്തനത്തിൽ മാത്രം സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികൾ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ മിനിമം മാത്രം ഫോളോ ചെയ്യുന്ന സിസ്റ്റം, അതുപോലെ തന്നെ ക്ലാസ് റൂം ആക്ടിവിറ്റികളോ ബാക്കിയുള്ള ഗ്രൂപ്പ് വർക്കുകളോ അസൈൻമെന്റോ സെമിനാറോ ഒന്നും കൊടുക്കപ്പെടാത്ത ഒരു കാലഘട്ടം. അതാണ് ആക്ച്വലി ലെക്ചർ. എങ്ങനെ MSc അങ്ങനെ ഉണ്ടായിരുന്ന ഇപ്പോഴും അധ്യാപകർ ലെക്ചർ മെത്തേഡ് ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തെറ്റ് സീനിയർ ക്ലാസ്സുകളിൽ സ്യൂട്ടബിൾ ആയത് ലെക്ചർ മെത്തേഡാ. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പഴയ ലെക്ചേഴ്സ് ആയിരിക്കും. അവര് പഴയതാ പഠിച്ചൊന്നിന് പഠിച്ചതേ പാടൂ. അപ്പം അല്ലെ സീനിയർ ക്ലാസ്സുകൾ അല്ലേ, ദാറ്റ് മീൻസ് ഹയർ ക്ലാസ്സുകളിൽ ഒരു ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ ആണെങ്കിൽ അവിടെ ലെക്ചർ മെത്തേഡ് സ്യൂട്ടബിൾ ആണ്, ഓക്കെ, ആക്സെപ്റ്റബിൾ ആണ്. താഴേക്കുള്ള ക്ലാസ്സുകളാണത് പറ്റാത്തത്. സോ എനിവേ ദർ ആർ 3 ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ്. ഓക്കെ, ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ടീം ടീച്ചിങ്. ഈ 3 ഇത് നിങ്ങൾ ശരിക്കും പഠിക്കണം കേട്ടോ. ആദ്യം 3 പേര് ശരിക്കും പഠിക്കണം: ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ടീം ടീച്ചിങ്. ഇനി എന്താണ് ലെക്ചർ മെത്തേഡ് എന്നുള്ളതാണ് പരിചയപ്പെടുന്നത്. അത് ഓൾഡസ്റ്റ് മെത്തേഡാണ്, മോസ്റ്റ് ഡോമിനേറ്റിംഗ് മെത്തേഡാണ്, അത് ടീച്ചർ ഡോമിനേറ്റിംഗ് മെത്തേഡാണ്. ടീച്ചർ പ്രസന്റ് ദ സബ്ജക്ട് മാറ്റർ ആൻഡ് ദ സ്റ്റുഡൻസ് ലിസൺ ഇറ്റ്. അഥവാ സ്റ്റുഡൻസ് ലിസൺസ് അല്ല, സ്റ്റുഡൻസ് ലിസൺ എന്നുള്ളൂ. അഥവാ ടീച്ചറാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ടോപ്പിക്കും പ്രസന്റ് ചെയ്യുന്നത്, ടീച്ചറാണ് എല്ലാം പറയുന്നത്, സ്റ്റുഡൻസ് കേൾക്ക് മാത്രം ചെയ്താൽ മതി. ഓക്കെ, സ്റ്റുഡൻസ് ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. ലേണിങ്ങിലോ ഒന്നും കുട്ടികൾ ഇടപെടുന്നില്ല. ദാറ്റ് മീൻസ് ടീച്ചിങ്ങിലൊന്നും കുട്ടികൾ ഇടപെടുന്നില്ല, അവർ ജസ്റ്റ് കേൾക്കുന്നു, ബൈഹാർട്ട് ചെയ്യുന്നു. സോ ടീച്ചർ സെന്റേർഡ് ആൻഡ് ഇൻഫർമേഷൻ സെന്റേർഡ്, 2 രൂപത്തിൽ നമുക്ക് അതിനെ പറയാം. ടീച്ചർ സെന്റേർഡ് ആണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെന്റേർഡ് ആണ്. കുട്ടികളെ പരിഗണിക്കുന്നില്ല, ഓലെ താല്പര്യം പരിഗണിക്കുന്നില്ല, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ വാല്യൂ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ അതൊന്നും പരിഗണിക്കാത്ത ഒരു മെത്തേഡാണ് ആക്ച്വലി ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചർ വർക്ക്സ് ആസ് എ സോൾ റിസോഴ്സ് ഇൻ ക്ലാസ് റൂം ആണ്. ടീച്ചറാണ് മൊത്തം റിസോഴ്സ് പേഴ്സൺ, ടീച്ചർ തന്നെയാണ് എല്ലാം, ടീച്ചർ മാത്രമാണ് എല്ലാം എന്നുള്ളിടത്താണ് ആക്ച്വലി ലെക്ചർ മെത്തേഡ്. ഓക്കെ, ഇവിടെ സ്റ്റുഡൻസ് ബോർഡായിരിക്കും, അവർക്ക് ഭയങ്കര ബോറിംഗ് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ ബോറിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ നിങ്ങള് ബോർ എന്നുള്ള പാഠം പഠിച്ച ആരെങ്കിലും ഇതിലുണ്ടോ? ബോർ
ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ചാറില്ല അല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സിലബസിലുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ബോർ എന്ന് പറഞ്ഞിട്ട്. അതിൽ പറയുന്നുണ്ട് ഹു ഈസ് ദ എ ബോർ. ബോർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മനസ്സിലായെങ്കിൽ ലാസ്റ്റ് വൺ. എടാ കള്ള ആജി പഠിച്ചിട്ടല്ലേ? ഓ ബുക്ക് ചെയ്യാനും പഠിച്ചു, പക്ഷെ ഈ സാധനം ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഓർമ്മല്ല കേട്ടോ. എന്നാലേ രജിസ്റ്റർ അല്ല, ബുക്ക് മാറിപ്പോയി. ബാക്കിയൊരു ജീനിയസാ. ബുക്കിന്റെ ഏതിന്റെ ലാസ്റ്റിലാണ്? എന്തിനാ ബുക്കിന്റെ പേരല്ല, നമുക്ക് പാഠത്തിന്റെ പേരല്ലേ? ഓക്കെ ബാക്കി അങ്ങനെയാണെങ്കിലേ എന്താണ് ബട്ടൺ ഹോളിംഗ് ബോർ? അതതിന്റെ ക്വസ്റ്റ്യൻ. ഉമ്മ ചോറുന്നാ വിളിക്കണ്ട്. നമ്മൾ പറയാ 2 സെക്കൻഡുകൾ ഉത്തരം പറയാൻ പറഞ്ഞു വരാന്ന് അല്ലേ? ഈ ബോറന്മാർ വെച്ച് ഏറ്റവും ബോർ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തില് ബോർ എന്ന് പറയില്ലേ, അതന്നെയാണ് സംഭവം. അപ്പം ബോറന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ബോറിന് ആരാന്ന് വെച്ചാല് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കും, എന്നിട്ട് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യും, അവരെ മുഖത്ത് തന്നെ നോക്കണം. അവര് ഭയങ്കരമായി നമ്മുടെ ക്ലോസ് ആയിട്ട് വരും, നമ്മൾ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മുഖത്ത് തിരിക്കാൻ സമ്മതിക്കൂല, ഇടയ്ക്ക് ഇങ്ങനെ തോണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കും. ഈ ബട്ടൺ ഹോളിംഗ് ബോർ എന്നൊക്കെ പറഞ്ഞതാണ് കം ക്ലോസ് എന്നാണ്. നമ്മുടെ മുഖത്തോട് മുഖം ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കും. നമുക്ക് ഭയങ്കര ലോക്കഡായി പോകും, വേറെ എവിടേക്കും തിരിയാൻ പറ്റില്ല, വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇവരാണെങ്കിൽ പറഞ്ഞ തമാശ തന്നെ പറയും, നമുക്ക് ചിരിക്കാനും പറ്റൂല, കാരണം ചിരി വരൂല, പക്ഷെ നമ്മൾ ചിരിക്കൽ നിർബന്ധമാണ്. അങ്ങനത്തെ ആളുകളാണ് ശരിക്കും ബോർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇത് ആർക്കെങ്കിലും ഒരു ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. സോ ഇവിടെ നമ്മൾ ബോർ എല്ലാം സബ്ജക്ട് എന്താണ്? ലെക്ചർ മെത്തേഡാണ് കേട്ടോ. സോ ലെക്ചർ മെത്തേഡിൽ പിന്നെ ആക്ച്വലി സ്പൂൺ ഫീഡിങ് ആണ് പലപ്പോഴും സംഭവിക്കുക. കുട്ടികൾക്ക് നോളജ് എന്ത് വെച്ചാൽ റെഡിമെയ്ഡ് നോളജ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുക, അതിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യുക, അവരതിങ്ങനെ ബൈഹാർട്ട് ചെയ്യുക, പരീക്ഷയ്ക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ഛർദിരിക്കാം. യെസ്, പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ഛർദിക്കുക. ഇതാണ് ആക്ച്വലി എന്ത് നടക്കുക, പിന്നെ ലെക്ചർ മെത്തേഡിൽ നടക്കുക. എന്റെ ബാക്കിയുള്ള സംഭവങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യണ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികമൊന്നും അല്ലാണ്ട് പോണില്ല. പിന്നെ അവിടെയാണ് ഈ ഡിക്റ്റേഷനും അതുപോലെ തന്നെയുള്ള അല്ലെ അങ്ങനത്തെ ക്ലാസ് റൂം പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവുക ഈ ഒരു ലെക്ചർ മെത്തേഡിലാണ്. എന്ത് പഠിച്ചാലും ഇങ്ങനെ അത് കാണാപാഠം പഠിക്കുക, അത് പഠിച്ചോ നോക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഇനി ഇതിന്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ഫോർ പ്രിപ്പയറിംഗ് എ ലെക്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ലെക്ചർ ഷുഡ് ബി കെയർഫുള്ളി ആൻഡ് സിസ്റ്റമാറ്റിക്കലി പ്ലാൻഡ്. നമ്മൾ കൃത്യമായിട്ട് ലെക്ചർ ചെയ്യാൻ പോവുകയാണെങ്കിൽ, അഥവാ ഇപ്പൊ ഞാൻ ആക്ച്വലി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ലെക്ചറിങ് ആണ്. അപ്പൊ ലെക്ചർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ചെയ്യണം, കെയർഫുള്ളി പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. നമ്മുടെ മൈൻഡിൽ എന്താ പഠിപ്പിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സബ്ജക്ട് മാറ്റർ ഷുഡ് ബി ഓർഗനൈസ്ഡ്, ഇന്റർപ്രറ്റ് ആൻഡ് അപ്ലൈഡ് എന്നൊക്കെ പറയാം. നമ്മുടെ നോളജിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കൃത്യമായ ഓർഗനൈസേഷനും ഇന്റർപ്രിട്ടേഷനും അപ്ലിക്കേഷനും ഡെവലപ്മെന്റും അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ലെക്ചറിങ്ങിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഷുഡ് ബി റിലേറ്റഡ് വിത്ത് ഡേ ടു ഡേ ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ ലൈഫുമായി കണക്റ്റഡ് ആയ ടോപ്പിക്കുകളാണ് നമ്മൾ ലെക്ചർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ ഷുഡ് ബി എൻകറേജ്ഡ് ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. കുട്ടികൾക്ക് അവിടെ പരമാവധി ചെയ്യാനുള്ള റോൾ എന്താ വെച്ചാൽ ടീച്ചർ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ഇങ്ങനെ പറയാം, പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുക, അവർ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഒരു റിവ്യൂ പോയിന്റ്സ് ഒക്കെ കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അത്ര മാത്രമേ സ്റ്റുഡൻസിന് അവിടെ റോൾ ഉള്ളൂ എന്നുള്ളതാണ് ലെക്ചർ മെത്തേഡിന്റെ പ്രത്യേകത. ഇനി അതിന്റെ മെറിറ്റ്സ് ആണ്. മെറിറ്റ്സിലേക്ക് പോകുമ്പോൾ പോസിബിൾ ടു ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റ് എ ടൈം. അല്ലെ, നമ്മളിങ്ങനെ ലെക്ചർ ചെയ്ത് കൊടുക്കുകയാണ്. 100 ആളാണെങ്കിൽ നമുക്ക് ലെക്ചർ ചെയ്യാം, ഒരു മൈക്കും ഒരു പോഡിയം ഉണ്ടെങ്കിൽ 1000 ആളാണെങ്കിൽ നമുക്ക് ലെക്ചർ ചെയ്യാം, ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞു പോവാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ നോളജ് കുറച്ച് സമയം കൊടുക്കാൻ പറ്റുക ലെക്ചറിങ്ങിലാണ്. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കണം. കൂടുതൽ നോളജ് കുറച്ച് സമയം കൊണ്ട് കൊടുക്കാൻ പറ്റുക, അതുപോലെ തന്നെ കൂടുതൽ പാർട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് പോർഷൻ കവർ ചെയ്യാൻ പറ്റുമൊക്കെ ഈ ഒരു ലെക്ചർ മെത്തേഡിലാണ് അല്ലെങ്കിൽ ലെക്ചറിങ്ങിലാണ്. ടീച്ചേഴ്സിന് കൂടുതൽ സെക്യൂർ ആണ്, സാറ്റിസ്ഫൈഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വെച്ചാലേ നമുക്ക് പറയാനുള്ളതൊക്കെ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. മിക്കത് സ്റ്റുഡൻറ് സെന്റേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ലേണർ സെന്റേഡ് ആണെങ്കിൽ അവർ ഏത് ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാം, എങ്ങനെ വേണമെങ്കിൽ ഡൗട്ട് വയ്ക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദെയർ ക്വസ്റ്റ്യൻസ്. ലെക്ചർ മെത്തേഡ് ആകുമ്പോൾ ശരിക്കും നമ്മളാണ് എക്സ്പേർട്ട്, നമ്മൾ എല്ലാ പോയിന്റും പറയുന്നുണ്ട്. പിന്നെ ജസ്റ്റ് അവരുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്താൽ മാത്രം മതി. സോ വി ക്യാൻ
ഫീൽ സെക്യൂർ ആൻഡ് സാറ്റിസ്ഫൈഡ്. ഓക്കെ. പിന്നെ ഈസി ടു ഇംപാർട്ട് ഫാക്ച്വൽ ഇൻഫർമേഷൻ, അഥവാ ഫാക്റ്റുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാരണങ്ങളെ അതിങ്ങനെ എന്ത് ചെയ്യുക, വിശദമായി 10 കാരണങ്ങൾ ഉണ്ടായിരുന്നു, 5 കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കുക, ഹിസ്റ്റോറിക്കൽ അനക്ഡോട്ട്സ്, എന്തെങ്കിലുമൊക്കെ സംഭവ ചരിത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് പറഞ്ഞു തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ടീച്ചർക്ക് എന്ത് ചെയ്യാം, ടീച്ചർ ക്യാൻ ഡെവലപ്പ് ഹിസ് ഓൺ സ്റ്റൈൽ ഓഫ് ടീച്ചിങ്. എങ്ങനെ ലെക്ചർ ചെയ്യണം, ലെക്ചർ ചെയ്യുമ്പോൾ ഏത് സ്റ്റൈലിൽ കീപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ടീച്ചർ ക്യാൻ ഡിസൈഡ്. ആൻഡ് ഇതിൽ ലോജിക്കൽ സീക്വൻസിങ് ഓഫ് ദ സബ്ജക്ട് ആൻഡ് ദ കോണ്ടന്റ്, അത് ലെക്ചറിങ്ങിന്റെ ഭാഗമാണ്. അത് നമ്മൾ കൃത്യമായി ചെയ്യണം. അങ്ങനെ ചെയ്താൽ ലെക്ചറിങ് അടിപൊളിയായി നടത്താം എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ സാറ്റിസ്ഫാക്ഷന്, ടീച്ചേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷന്, ഓരോ അച്ചീവ്മെന്റ്സ്, അതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഉറപ്പുവരുത്താനൊക്കെ പറ്റും എന്നൊക്കെ ഉള്ളതാണ്. ദെൻ ലെക്ചർ മെത്തേഡ് ട്രെയിൻ സ്റ്റുഡൻസ് ടു ലിസൺ ലോങ് ഡ്യൂറേഷൻ. കുറെ നേരം കേട്ടിരിക്കാൻ എന്ത് ചെയ്യും, കുട്ടികളെ പ്രിപ്പയർ ചെയ്യും എന്നൊക്കെ ഉള്ളതാണ്. കാരണം നമ്മളിങ്ങനെ പറയാം, കുട്ടികൾ ഇങ്ങനെ കേൾക്കുകയാണ്. ഇപ്പൊ നിങ്ങളെ പോലെ അല്ലെ, നിങ്ങള് ഇന്ന് എത്ര സമയം വരെയൊക്കെ കേട്ടിരുന്നിട്ടുണ്ട്? 2 മണിക്കൂർ മാക്സിമം. 2 മണിക്കൂർ 2.5 മണിക്കൂറിനടുത്തൊക്കെ കേട്ടുന്നത് അല്ലെ. അപ്പം അതൊക്കെ ലെക്ചറിങ് ആയിട്ടാണ്, ടീച്ചർ സെന്റേഡ് ആയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കും സംസാരിക്കാൻ ഉണ്ടാവുക. ഓക്കെ. പിന്നെ ഡെലിവേഴ്സ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഒരുപാട് ഇൻഫർമേഷൻസ് കുറച്ച് സമയം നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. ഇനി കുറച്ച് ഡീമെറിറ്റ്സ് ആണ്. അതിൽ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ആണ്. കാരണം കുട്ടികൾ നെഗ്ലക്ട് ചെയ്യപ്പെടുകയാണ്. അവരുടെ സ്കില്ല്, അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ പെർഫോമൻസ് ഒക്കെ നെഗ്ലക്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് അതൊരു വലിയ ഡീമെറിറ്റ് ആണ്. അതുപോലെ തന്നെ സബ്ജക്റ്റിനോ ടീച്ചേഴ്സിനോ ആണ് പ്രാധാന്യം, സ്റ്റുഡൻസിനോ അവിടെ പ്രാധാന്യം ഇല്ല, അവരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. പിന്നല്ലേ ഒരു വീക്കായ സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇപ്പൊ ഈ ഒരു ലെക്ചർ മെത്തേഡ് ആണെങ്കിൽ നല്ല പഠിക്കണേ കോണ്ടന്റിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഓക്കെയാണ്. അല്ലാതെ കുറെ അറിവൊന്നും വേണ്ട, കുറച്ചെന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളാവട്ടെ, ഒന്നും കൊണ്ട് ഇറങ്ങി നടക്കാനും ഒന്ന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പറയാനൊക്കെ ഉള്ള ഒരു സന്ദർഭങ്ങളാണ് വേണ്ടത് എന്നൊക്കെയുള്ള കുട്ടികൾക്ക് അത് തീരെ അക്സെപ്റ്റബിൾ ആവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രീവിയസ് നോളജിലേക്ക് കുട്ടികൾ എത്തിക്കുന്നില്ല, അല്ലെങ്കിൽ നോളജുകൾ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ കുട്ടികളുടെ ഒരു റിട്ടൻഷൻ, അഥവാ ഇത് മെമ്മറിയിൽ സൂക്ഷിക്കാനും അതുപോലെ തന്നെ അതിനെ അറ്റൻഷനും അത്തരത്തിലുള്ള മേഖലയിലൊക്കെ എന്തുണ്ട് വെച്ചാൽ കുട്ടികൾക്ക് അതൊരു വീക്കായി ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു അൺഡെമോക്രാറ്റിക് ആണ്, അല്ലെങ്കിൽ അൺഡെമോക്രാറ്റിക് ആൻഡ് ഓതറൈസേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ നമ്മളിതൊരു എന്താ പറയാ, ഡെമോക്രാറ്റിക് അല്ല. കാരണം ഡെമോക്രാറ്റിക് ആവണമെങ്കിൽ കുട്ടികളും പാടെ എന്ത് ചെയ്യണം, അവരുടെ താല്പര്യങ്ങളും അവരുടെ എന്താ പറയാ, അവരുടെ ചിന്തകള്, അവരുടെ പോയിന്റ്സ്, അതിനൊക്കെ പരിഗണിക്കണം. അപ്പം ഇതൊരു അതോറിറ്റേറിയൻ ആണ് എന്നൊക്കെ പറയാം. ഓക്കെ. അതുപോലെ തന്നെ ഇൻഎബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വൺ എസെൻഷ്യൽ പോയിന്റ് മേ മേക്ക് ദ റെസ്റ്റ് ഓഫ് ദ ലെക്ചർ അൺഇന്റലിജിബിൾ. അഥവാ നമുക്ക് ഒരു കുട്ടിക്ക് പിന്നെ ഒരു പോയിന്റിൽ സ്റ്റക്കായി പോയി, അതല്ലെങ്കിൽ പിന്നെ ഒരു പോയിന്റ് ഡൗട്ട് ആയി പോയി, പിന്നീട് അതിന്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു വലിയ ഫോളോ അപ്പ് ഒന്നും നടത്താൻ പറ്റില്ല. കൺസ്ട്രക്റ്റീവ്സ് ആണെങ്കിൽ, ലേണർ സെന്റേഡ് ആണെങ്കിൽ കുട്ടിക്ക് ഡൗട്ട് വന്നാലും അത് കുട്ടി അവിടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കുറെ ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഡീമെറിറ്റുകളും അതിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊന്നും ഡെവലപ്പ് ആകുന്നില്ല. അതുപോലെ തന്നെ എന്താ അവരുടെ the method can be used only in higher secondary level or college level. ഞാൻ നേരത്തെ പറഞ്ഞു ലെക്ചർ മെത്തേഡ് എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷനിൽ മാത്രം അക്സെപ്റ്റബിൾ ആകുന്ന ഒന്നാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ മെത്തേഡ് പറഞ്ഞത് എന്താണ്? ലെക്ചർ മെത്തേഡ് ആണ്. ഹലോ ലെക്ചർ മെത്തേഡില് ഒരു ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായം? വളരെ കുറവായിരിക്കും. ഒരു ടീച്ചറെ സംബന്ധിച്ച് ടീച്ചറുടെ ഒരു എനർജി എന്തായിരിക്കും അവസ്ഥ? നല്ലോണം ആവശ്യമാണ്. നല്ലോണം ആവശ്യം വരും. ടീച്ചർ ഒരു ക്രിയേറ്റീവ് ആയ ടീച്ചറാ, ആ ടീച്ചറുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഈ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? മിനിമം ലെവലിൽ. ഓക്കെ, ഒരുപാട് പറ്റൂല. കാരണം വെച്ചാൽ ലെക്ചറിങ്ങിന് ഒരു ടീച്ചിങ് മെത്തേഡ്സ് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ടീച്ചർക്ക് ഉണ്ടാകുന്ന സ്കില്ലുകളൊന്നും അവിടെ അല്ലെ. പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസിന്റെ അവസ്ഥ എന്തായിരിക്കും? ബിഗ് സീറോ.
അവിടെ ആക്ടിവിറ്റികൾക്ക് പ്രാധാന്യം ഇല്ല, കാരണം ടീച്ചറാണെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നല്ലോ ഈ ബുക്ക് വോംസ് ഉണ്ടല്ലോ, അഥവാ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് അറിവ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു ഹാപ്പി ആയിരിക്കും. അവർക്ക് ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ടാവും അല്ലെ, ഒന്ന് കഴിഞ്ഞ അടുത്ത പോയിന്റ്, അത് കഴിഞ്ഞ അടുത്ത പോയിന്റ്, ടീച്ചർ ഇങ്ങനെ പോയിന്റ് ഇങ്ങനെ എറിയ കയറാം. അപ്പം അതാണ് കേട്ടോ. ഇനി രണ്ടാമത്തതാണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. റൈറ്റ്, നിങ്ങൾക്ക് പിന്നെ ശരിക്ക് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് പ്രാക്ടീസിന് മുമ്പ് ക്രിറ്റിസിസം ലെസൺ പ്ലാനിങ് എന്നുള്ള സാധനം ഉണ്ട്. അതിനു മുമ്പ് ഡെമോൺസ്ട്രേഷൻ എന്നുള്ള സാധനം ഉണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഡെമോൺസ്ട്രേഷൻ ലെസൺ എന്ന് പറയും, വെറും ഡെമോൺസ്ട്രേഷൻ എന്നൊക്കെ പറയും. അതിനെ കുറിച്ച് അറിയാമോ? ഇല്ല സർ. ചെറുതായിട്ട് റീലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും സാധനം ഇട്ട് പോകുന്നൊക്കെ. ആ സാധനമല്ല, ടീച്ചിങ്ങില് ഡെമോൺസ്ട്രേഷൻ എന്നുള്ള സാധനത്തെ കുറിച്ച് അറിയാമോ? അറിയില്ല സർ. ഇതിന്റെ ഡെമോ ആയിട്ടായിരിക്കും. അഥവാ ടീച്ചിങ്ങില് നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസിന്റെ ഒക്കെ മുമ്പ് കോളേജിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം എന്ത് ചെയ്യുവെച്ചാല് എക്സ്പേർട്ട് ആയ ഒരു ടീച്ചർ ക്ലാസ് എടുത്തിട്ട് ആ സമയം ടീച്ചർ ട്രെയിനീസ് അഥവാ ഈ പറഞ്ഞ പോലെ BEd സ്റ്റുഡൻസ് ട്രെയിനീസ് അത് കാണണം. ആ ടീച്ചർ എങ്ങനെ ക്ലാസ് എടുക്കണത്, ആ ടീച്ചർ എങ്ങനെ TM ലെസൺ പ്ലാൻ എഴുതിയത്, ക്ലാസ് എങ്ങനെ മാനേജ് ചെയ്യണത്, എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ട്രെയിനീസ് കാണണം. ആ കാണുന്ന പ്രൊസീജിയറാണ് ആക്ച്വലി അവർ കാണാൻ വേണ്ടിയുള്ള ക്ലാസ് ആണ് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്ന് പറയാം. അത് ടീച്ചർ എഡ്യൂക്കേറ്റഡ് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉണ്ടാകും, ഇൻ സർവീസ് ടീച്ചറുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉണ്ടാകും. അവർ ആ ക്ലാസ് ഒക്കെ കണ്ടതിന് ശേഷമാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ ഈ മൈക്രോ ടീച്ചിങ്ങിന്റെ ഭാഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ മൈക്രോ ടീച്ചിങ്ങിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്ക് ലെസൺ ചെയ്യും. ലിങ്ക് ലെസൺ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നവരോ ക്രിറ്റിസിസം ലെസൺ പ്ലാൻ എന്ന് പറയും. അഥവാ 45 മിനിറ്റിന്റെ ഒരു ക്ലാസ് ഒരാൾ എടുക്കുകയും ബാക്കിയുള്ള ഒരു ടീം ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്ത് ചെയ്യും, അതിനെ കർശനമായി ക്രിട്ടിസൈസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിലേക്ക് പോവുക. അങ്ങനെ സ്റ്റെപ്പ് ആണ് ശരിക്കും. ഇവിടെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു പ്രവർത്തനം നമ്മൾ ഡെമോ ചെയ്ത് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ലൈവ് ഗൈഡൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ടീച്ചർ ആണ്, ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലൈവ് ഗൈഡൻസ് ആണ്. ഇറ്റ് ഇൻവോൾവ് ഷോയിങ് ബൈ റീസൺ, എക്സ്പ്ലെയിനിങ് ഓർ മേക്കിംഗ് ക്ലിയർ ബൈ യൂസ് ഓഫ് എക്സാമ്പിൾ ഓർ എക്സ്പെരിമെന്റ്സ്. ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഡെമോൺസ്ട്രേഷൻ ആണ്. നമുക്ക് സയൻസിലൊക്കെ പോയാൽ ലാബ് പോയാൽ ആദ്യം ടീച്ചർ എടുക്കും, ടീച്ചറെ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിലേക്ക് ഇത് വയ്ക്കണം, ഇത് അങ്ങോട്ടാക്കണം, ഇതിങ്ങനെ ഡൈല്യൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറാണ് ആദ്യം കാണിച്ചു തരിക. സോ ആ ടീച്ചർ ഫസ്റ്റ് കാണിച്ചു തരുന്നതാണ് ആക്ച്വലി ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സ്ട്രാറ്റജി is applied mainly in teacher education program. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങിലെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലാണ് ഉണ്ടാവുക. അവിടെയാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, ഡെമോൺസ്ട്രേഷൻ എടുത്ത് കാണിച്ചു കൊടുക്കുക. അത് നമ്മൾക്കിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. എക്സ്പേർട്ട് എന്ത് ചെയ്യും, ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഹിയർ ദ ടീച്ചർ ഈസ് കണക്ടിങ് ദ തിയറിറ്റിക്കൽ നോളജ് വിത്ത് ദ പ്രാക്ടിക്കൽ നോളജ്. ക്ലാസ് റൂമിൽ ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരല്ലോ, ആ തിയറിയെ പ്രാക്ടിക്കൽ രൂപത്തിലേക്ക് എങ്ങനെ മാറ്റണു എന്നുള്ളത് ആ ടീച്ചർ എന്ത് ചെയ്യണം, ഡെമോ ചെയ്ത് കാണിച്ച് കൊടുക്കണം. ഞങ്ങൾക്കൊക്കെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാനുണ്ടാവാറുണ്ട്. നമ്മൾ TM എഴുതി TLM ഒക്കെ ഉണ്ടാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കുട്ടികളുടെ മുന്നിൽ ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കണം. അതാണ് ഡെമോൺസ്ട്രേഷൻ ലെസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഫോക്കസ് ടു അച്ചീവ് സൈക്കോമോട്ടർ ആൻഡ് കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ 3 സക്സസീവ് സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന 3 സ്റ്റെപ്പുകളാണ്. 1 ഇൻട്രൊഡക്ഷൻ, 2 ഡെവലപ്മെന്റ്, 3 ഇന്റഗ്രേഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ ദ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ദ ആക്ടിവിറ്റി ബിഫോർ ദ സ്റ്റുഡൻസ് ദാറ്റ് ഈസ് ടു ബി ഡെവലപ്ഡ്. എന്തൊക്കെയാണോ കുട്ടികൾ ഡെവലപ്പ് ആകേണ്ടത്, കുട്ടികൾ എന്താണോ ചെയ്യേണ്ടത്, ആ പ്രവർത്തനങ്ങൾ ടീച്ചർ കുട്ടികളെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. 2 ഡെവലപ്മെന്റ് ആണ്. സോ എന്ത് ചെയ്യാണ്, ടീച്ചർ ട്രൈസ് ടു സാറ്റിസ്ഫൈ ദം വിത്ത് ഫർദർ ഡെമോൺസ്ട്രേഷൻ ആൻഡ് ഇല്ലുസ്ട്രേഷൻസ്. അപ്പോ ആദ്യം ഒരു ഡെമോ കാണിക്കുന്നു, അവിടെ പിന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആക്ടിവിറ്റി കുറിച്ച് ചർച്ചകൾ വരുന്നു, കുട്ടികൾ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നു. ഓക്കെ, ആ ഡൗട്ടിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം ടീച്ചർ ക്ലിയർ ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യാണ്, ഇല്ലുസ്ട്രേറ്റ് ചെയ്യാണ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് കൊടുക്കുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 3 ഇന്റഗ്രേഷൻ ആണ്. The teacher integrates all the activities and these activities are rehearsed, revised and evaluated. ടീച്ചർ എന്ത് വെച്ചാൽ
എല്ലാ ആക്ടിവിറ്റികളും അഥവാ ക്ലാസ് റൂമിലെ എല്ലാ സ്റ്റെപ്പുകളും ടീച്ചർ റിഹേഴ്സ് ചെയ്ത് റിവൈസ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം തമ്മിൽ കണക്ട് ചെയ്യാന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റെപ്പ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ഇനി അഡ്വാൻറ്റേജുകളാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അഥവാ ഡെമോൺസ്ട്രേഷൻ മെത്തേഡിന്റെ അഡ്വാൻറ്റേജുകൾ എന്താണ്? ഇവിടെ ലേണിങ്ങിനെ പെർമനന്റ് ആക്കാൻ പറ്റുന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. ടു മേക്ക് ലേണിംഗ് പെർമനന്റ്. ഞാനല്ലേ ഈ ഒരു ബുക്കില് കുറെ ഇങ്ങനെ ഈ ബോൾഡ് ആക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് പോയിന്റ്സ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ബോൾഡ് ആക്കി വെച്ചതാണ് മക്കളെ. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ബോൾഡ് ആക്കിയിട്ട് എല്ലാം ഉണ്ടാവും കേട്ടോ. ഹലോ, താങ്ക് യു സർ. നിങ്ങൾ വായിക്കുമ്പോഴേ, കാരണം കുറച്ച് സമയം കൊണ്ട് കുറേ വായിക്കുകയാണല്ലോ, പെട്ടെന്ന് വായിച്ചോട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ആ പോയിന്റ് മാത്രം ഇങ്ങനെ ബോൾഡ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് മാത്രം കട്ട് ചെയ്തിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ എന്താ വെച്ചാല് സെന്റൻസ് ഫുള്ള് വായിച്ച് മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെയും വായിച്ചോട്ടെ എന്നൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടി പരിഗണിച്ചിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ടോ ഇങ്ങനെ വരുന്നത്. സോ അഡ്വാൻറ്റേജിൽ എന്താണ്? ലേണിങ്ങിനെ പെർമനന്റ് ആക്കാന്നാണ്. അഥവാ അവരുടെ സ്കില്ലുകളെ പെർമനന്റ് ആക്കുക. അതാണ് ഒന്ന്. രണ്ട്, ഗെറ്റ് കോർപ്പറേഷൻ ഓഫ് ദി സ്റ്റുഡൻസ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഈ ഒരു സ്റ്റുഡൻസിന്റെ കോർപ്പറേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം ടീച്ചർ ചെയ്ത് കാണിച്ചു കൊടുത്തു, ഇനി എന്ത് ചെയ്യാണ്? സ്റ്റുഡൻസ് അത് ചെയ്യണം, അല്ലെങ്കിൽ അവരത് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ആൻഡ് ദെൻ ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റുഡൻസ്. നമ്മുടെ സ്റ്റുഡൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. അവർക്കൊരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, ടീച്ചർ ഇങ്ങനെ ചെയ്തല്ലോ, അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? അതിനൊക്കെ നന്നായി ചെയ്യട്ടെ. അല്ലെങ്കിൽ ടീച്ചർ ഒരു പരീക്ഷണം വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ ചെയ്യാൻ കുട്ടികൾക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ആൻഡ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് സൈക്കോ മോട്ടോർ ഒബ്ജക്റ്റീവ്സ്. കുട്ടികളുടെ ശാരീരികമായ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ഡെവലപ്ഡ് ആകാൻ പറ്റും. അപ്പം ടീച്ചർ ചെയ്ത് കാണിച്ചു കൊടുക്കും, അതേപോലെ കുട്ടികൾ ചെയ്യും. അല്ലെങ്കിൽ കോച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എങ്ങനെയാണ് ഒരു ജാവലിൻ ത്രോ എറിയുക, അല്ലെങ്കിൽ ഒരു ലോങ് ജമ്പ് ചാടണ്ടേ എന്നുള്ളത് കാണിച്ചു കൊടുക്കുമ്പോൾ ഡെമോ ചെയ്ത് കൊടുത്താൽ ദേ ക്യാൻ ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദേ ക്യാൻ ജസ്റ്റ് ഇമിറ്റേറ്റ് ദ ആക്ഷൻസ്. ഓക്കെ, അങ്ങനെ ടീച്ചറിന്റെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ ഏറ്റവും കോംപ്ലക്സ് ആണെന്ന് വിചാരിച്ചൊരു സംഭവം ഭയങ്കര സിമ്പിളായി മാറുന്നതാണ് പറയുന്നത്. അല്ലെ? നമ്മളൊരു കാര്യം എക്സ്പേർട്ട് ചെയ്യുന്നതും അല്ലാത്ത ഒരാൾ ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം കണ്ടോ? പ്രോസസ് ചെയ്യുന്നതും അത് PhD സ്കോളർ ചെയ്യുന്നതും നല്ല വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. നല്ല വ്യത്യാസം കണ്ടോ? ഇനി സാധാരണ നമ്മുടെ വീടിന്റെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു മരം മുറിക്കല്, അല്ലെങ്കിൽ ഒരു വിറകിട്ടല്, അത് എന്തെങ്കിലും പ്രവർത്തനം ആയിക്കോട്ടെ, അത് എക്സ്പേർട്ട് ആയ ഒരാൾ ചെയ്യണതും അല്ലാത്ത ഒരാൾ ചെയ്യണതും ഒന്നും വേണ്ട. നമ്മുടെ ഉള്ളി കട്ട് ചെയ്യണത്, അല്ലെ, സവാള കട്ട് ചെയ്യണത്, എക്സ്പേർട്ട് ആൾ ഇങ്ങനെ കടകടകടകടകടകടന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. അല്ലാത്ത ഒരാളോ ഒന്ന് അങ്ങോട്ടാക്കി ഒന്ന് ഇങ്ങോട്ടാക്കി, അല്ലേ, ഒന്ന് മുഖം കഴുകി, പിന്നെ അപ്പത്തിന് കത്തി ഒന്ന് തലക്ക കൊണ്ടുപോയി തട്ടിച്ച് അത് കഴിക്കാൻ പോയി, അങ്ങനെ അയമ കിടന്ന് ഇങ്ങനെ വിരകും. സോ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പേർട്ടിന്റെ ഒരു ആ എക്സ്പേർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ യൂസ്ഡ് ഓൺലി ഫോർ സ്കിൽ സബ്ജക്ട്സ്. ദാറ്റ് മീൻസ് ഡെമോ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ്. ചിലത് നമുക്ക് ലെക്ചർ ചെയ്താൽ മതിയാവും, ചിലത് ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും, അല്ലേ? അപ്പം ലെക്ചർ ചെയ്യേണ്ടത് ലെക്ചർ ചെയ്ത് പോകും, ഡെമോ ചെയ്യേണ്ടത് ഡെമോ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. സോ ദേ ആർ നോട്ട് ഫ്രീ ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അഥവാ പിന്നെ എന്തിനാ പറഞ്ഞത്? എന്താ ഫർഷിദ ആര് ചീത്ത പറയണേ? സ്ലൈഡ് മാറിയോ? അതന്നെ വെറുതെ ആ പോയിന്റ് എന്താ കണക്ട് ആവാത്തേ? ഇവിടെ ഡിസഡ്വാൻറ്റേജ് ഒന്നാണ്. അതൊന്നുമില്ല. ഈവൻ കോംപ്ലക്സ് സ്കിൽസ് ബിക്കം ടു ഈസി. അത്ര മാത്രം അഡ്വാൻറ്റേജ് ഉള്ളൂ. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആണ് മാത്രം. ഓക്കെ, ഈ പോയിന്റിൽ ഡിസഡ്വാൻറ്റേജിന്റെ പോയിന്റ് ആണെന്നുണ്ട് അവിടെ. യൂസ്ഡ് ഓൺലി ഫോർ ദ സ്കിൽ സബ്ജക്ട്സ്. അത് ഡിസഡ്വാൻറ്റേജ് പറയുന്നതാണ് കേട്ടോ. ദാറ്റ് മീൻസ് എല്ലാ സബ്ജക്റ്റിലും എന്ത് ചെയ്യാൻ പറ്റൂല? ഡെമോ ചെയ്യാൻ പറ്റൂല. ഡെമോ ചെയ്യണമെന്നില്ല, അല്ലെ? ചിലത് നമുക്ക് ലെക്ചറിങ് ഉള്ളത് അത് മതി ശരിക്കും, അതിന് ഡെമോൺസ്ട്രേഷന്റെ ആവശ്യം ഉണ്ടാവില്ല. നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാലോക മഹായുദ്ധത്തിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ എന്ത് ഡെമോ, അവിടെ ആ പോയിന്റ് എന്താന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ആ സമയത്ത് എന്തൊരു പ്രവർത്തനം, ഒരു ഫിസിക്സിലെ ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ അവിടെ ഡെമോൺസ്ട്രേഷൻ മസ്റ്റ് ആയിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യണം? നിർബന്ധമായും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. ദെൻ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ഇവിടെ പറയുന്നത് ദേ ആർ നോട്ട് ഫ്രീ ടു ഡിസ്കസ് അബൌട്ട് എന്ന് പറയുന്നുണ്ട്. അതൊരു കൃത്യമായ പോയിന്റ് പറയാൻ കഴിയില്ല. കാരണം ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഒരു ഡിസ്കഷൻ വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ടീച്ചിങ്ങിലൊക്കെ ഡിസ്കഷൻ വരുന്നുണ്ട്. എന്നാൽ പൊതുവെ ടീച്ചർ കാണിച്ചു കൊടുത്ത് കുട്ടികൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു പോയിന്റ് അവിടെ ഇട്ടിട്ടുണ്ടാവുക. ഓക്കെ,
പിന്നെ സ്റ്റുഡൻസ് ആർ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് ഹാൻഡ് മെയ്ഡ് മോഡൽസ് ഫോർ ഡെമോൺസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ സിമ്പിൾ പോയിന്റ്സ് ആണ്, അതിനൊന്നും കോൺസെപ്റ്റ് ആവശ്യമില്ല. മറ്റൊന്നാണ് ടൈം കൺസ്യൂമിങ് മെത്തേഡാണ്. കാരണം കുട്ടികൾ ഡെമോ കണ്ട് അവരത് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയം ചെലവാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ റൂൾസ് ഫോർ യൂസിങ് ദ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്നൊക്കെയാണ്. അങ്ങനെ അതിന്റെ റൂൾസ് ഇതൊന്നും അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനമല്ല കേട്ടോ. ജസ്റ്റ് ആ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്താ, അതിന് അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താ, അത്രയാണ് അതിന്റെ ഒരു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരും കേട്ടോ. റൂൾസ് എന്ന് വെച്ചാൽ ഡെമോൺസ്ട്രേഷൻ പെർഫെക്റ്റ് ആണോ അല്ലെ, അതിലെന്തെങ്കിലും തെറ്റിപ്പോയാൽ കുട്ടി എന്ത് ചെയ്യും, അതേപോലെ തന്നെ പഠിക്കും. അപ്പം ഡെമോൺസ്ട്രേഷൻ എന്നുള്ളത് പക്ക ആവണം, പെർഫെക്റ്റ് ആവണം എന്നുള്ളതാണ്. അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ തന്നെ പോകണം. എങ്ങനെയാണോ റിയൽ സംഭവം പോണത് അങ്ങനെ തന്നെ പോകണം എന്നൊക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെ കണ്ടിന്യൂ അണ്ടിൽ ദ സ്റ്റുഡൻസ് ഹാസ് ഇമിറ്റേറ്റഡ് ഈച്ച് സ്റ്റെപ്പ്. ഒരു കുട്ടി ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പഠിച്ചു വരികയായിരിക്കും. അപ്പൊ ആ സ്റ്റെപ്പ് കുട്ടി പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം എന്നാ പറയുന്നത്. അതുവരെ അത് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ പ്രൊവൈഡ് സ്റ്റുഡൻസ് പ്രാക്ടീസ്, കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. ആൻഡ് കംപ്ലീറ്റ് ദ എക്സസൈസ് വിത്ത് ആൻ എവാലുവേഷൻ, എപ്പോഴും എക്സസൈസ് ചെയ്തിട്ട് ഇവാലുവേഷൻ നടത്തണം. ഒരു അല്ലെ ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു, സക്സസ് ആയോ അല്ലേ എന്നൊക്കെയുള്ള സംഭവങ്ങൾ നടത്തണം എന്നൊക്കെയാണ്. അപ്പോൾ രണ്ടാമത്തത് എന്താ പറയുന്നത് വെച്ചാൽ ഡെമോൺസ്ട്രേഷൻ ആണ്. ഒന്നാമത്തെ എന്താ പറയുന്നത് ഓർക്കുന്നുണ്ടോ? ലെക്ചർ മെത്തേഡ്. തേർഡ് വൺ ടീം ടീച്ചിങ് ആണ്. ഇതൊരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ടീം ടീച്ചിങ്ങിന്റെ ഓരോ ലെറ്റേഴ്സിനും പ്രത്യേകത പറയുന്നുണ്ട്. ടി ഫോർ ടുഗദർ. അങ്ങനെയാണെങ്കിൽ ഇ ഫോർ എന്തായിരിക്കാം? എന്തെങ്കിലും ഗസ് ഉണ്ടോ? എക്സ്പ്ലനേഷൻ. വേറെ? ഓക്കെ, ജസ്നക്ക് സോണ്ട് എപ്പോഴും ഇത് നോക്കി ഇങ്ങനെ പറയും. ഓക്കെ, എനിക്കിവിടെ സൗണ്ട് എന്താ ഓക്കെ. മുബഷിറ ഏതാ? പുതിയ മുബഷിറേ? ഓൾഡ് ആണല്ലേ? പുതിയതാണെങ്കിൽ ഞാനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. പറ്റൂല, ആയിക്കോട്ടെ. അതല്ല, പുതുമ എന്ന് പറഞ്ഞാൽ എപ്പോഴും പുതിയതാണല്ലോ. പുതിയ ആള് ജസ്റ്റ് ആ മൈക്ക് ഓണാക്കിയ വരെ സംഭവമാണ്. അപ്പം എ ഫോർ അച്ചീവ്സ്, എം മോർ എന്നുള്ളതാണ്. അതോ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക്. ആയിക്കോട്ടെ. ബഷറല്ല പണ്ട് മറ്റേ നമ്മളെ നെറ്റ് വന്ന ബഷറ വന്ന നെറ്റ് പോകുമ്പോ ബഷറ വരുന്ന പറഞ്ഞാല് പിന്നെ 4 ദിവസം ഞാൻ വന്നില്ല, എന്നാലും പോയല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ പറയാറുണ്ടേ, കറണ്ട് വരുമ്പോ അല്ല എന്താണ്, മഴ വന്നാ കറണ്ട് പോവും, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതേമാതിരിയാണ്. അപ്പം ടീം ടീച്ചിങ് ആണ് കേട്ടോ. ടീം ടീച്ചിങ് ഞങ്ങളെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒന്നിലധികം അധ്യാപകരുള്ള ക്ലാസ് ഉണ്ടോ? ഇപ്പൊ ഓൺലൈനിൽ കാണുന്നുണ്ട്, മറ്റേ സൈലോ അങ്ങനത്തെ. അങ്ങനത്തെ കാണുന്നുണ്ട്. അല്ലാതെ നിങ്ങളെ എക്സ്പീരിയൻസിൽ ചോദിക്കണേ, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ക്ലാസ് റൂമിൽ ഒന്നിലധികം അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കാൻ കണ്ടിട്ടുണ്ടോ ഒരേ സമയം? അതായത് PhD സ്കോളേഴ്സും പ്രൊഫസേഴ്സും ഒപ്പരം എടുക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനല്ല, ടീച്ചേഴ്സ് തന്നെ. ട്രെയിനിങ്ങിന് വന്നാല് ചിലപ്പോ വെറുതെ മറ്റുള്ള സഹായിക്കാൻ വന്നേക്കാരോ. അതെന്താന്ന് അറിയില്ല, ഓല് അങ്ങനെ എടുത്തേനി, രണ്ടാൾക്കാരും എടുത്തിന്നോ? ഓക്കെ, അപ്പം അതിൽ ടീം ചിലപ്പോ അങ്ങനെ ആവട്ടെ, നമ്മളെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ടീം ടീച്ചിങ് എന്നുള്ള സംഭവം ബിഎഡിലൊക്കെ എല്ലായിടത്തും പഠിക്കുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെ വന്നുകൂടെ ഇല്ല. ആക്ച്വലി ഇതിന് വ്യത്യസ്തമായ വശങ്ങളുണ്ട്. അപ്പം ഡെഫിനിഷനിൽ പറയുന്നത് 2 or more faculties in some level of collaboration in the planning and delivery of a course material to a class. അഥവാ ഒരു ക്ലാസ്സിൽ ഒന്നിലധികം ടീച്ചേഴ്സ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിലധികം ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കാൻ തന്നെയാണ് അതോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ക്രിയേറ്റ് എ ഡൈനാമിക് ആൻഡ് ഇന്ററാക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്. അത് വെച്ചാലേ കുട്ടികൾക്ക് ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും, ഭയങ്കര ഡൈനാമിക് ആയിരിക്കും, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര ഇന്ററാക്റ്റീവ് ആയ ഒരു ക്ലാസ് ആയിരിക്കും, ഭയങ്കര ആക്റ്റീവ് ആയ ഒരു ക്ലാസ് ആയിരിക്കണം അത് ഉണ്ടാവുക. നമുക്കിത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, സോ കോഴ്സ് മെറ്റീരിയൽ ഈസ് ഡിവൈഡഡ് അക്കോർഡിംഗ് ടു ദർ സ്പെഷ്യലൈസേഷൻ. ഈ മെറ്റീരിയലില് അവരിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ റോൾ അവർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ രണ്ടാൾ സങ്കല്പിക്കുക, ഒരു കവിത പഠിപ്പിക്കേണ്ടത് സങ്കല്പിക്കുക. അപ്പൊ ഒരാൾ ഭയങ്കരമായി ഡ്രോയിങ്ങിന് വരക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു സങ്കല്പിക്കുക. ഒരു ടീച്ചർ ഭയങ്കരമായി പാടാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരാൾ നന്നായിട്ട് പാടും, മറ്റേ നന്നായിട്ട് ഡാൻസ് ചെയ്യും, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ
ആ ക്ലാസ് റൂമിനെ കുറിച്ച് ചിന്തിച്ചോ നിങ്ങള്. ഒരാളിങ്ങനെ പാട്ട് വളരെ ഈണത്തിൽ പാടുന്നു, മറ്റു ടീച്ചർ അതിനനുസരിച്ച് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു, അതിന്റെ മീനിങ്ങുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഭയങ്കര രസമല്ലായിരിക്കോ? ഇതേതോ സ്വപ്നത്തിലെ ക്ലാസ് എങ്ങനെ പറയുന്നത്? സ്വപ്നത്തിന്റെ ക്ലാസ് അല്ല, ഇറ്റ് ഈസ് പോസിബിൾ. അതേ സമയത്ത് ഇപ്പൊ മൂന്നാളുടെ സങ്കല്പിക്കുക. അപ്പം ഒരാൾ ഭയങ്കരമായി ചിത്രം വരക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ ഇവരിങ്ങനെ പറയുന്ന തീം അനുസരിച്ച് അവർ എന്ത് ചെയ്യും, പെട്ടെന്ന് ബോർഡിൽ ഇങ്ങനെ ചിത്രം പിക്ചേഴ്സ് ഒക്കെ ഇങ്ങനെ വരച്ചു പോകുന്നുണ്ടാവും. കുട്ടികൾക്ക് അത് ഭയങ്കര മോട്ടിവേഷൻ ആകുന്നുണ്ടാകും. അങ്ങനെ ഇങ്ങനെ ഇവർ ക്ലാസ്സിൽ ഇങ്ങനെ അഴിഞ്ഞാടുക അല്ലെങ്കിൽ നിറഞ്ഞാടുകയായിരിക്കും. അപ്പം ഒരു കുട്ടിക്ക് ഉറങ്ങാൻ കഴിയില്ല, ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല, പിന്നെ മോട്ടിവേറ്റഡ് അല്ലാതിരിക്കാൻ കഴിയില്ല. കാരണം ഭയങ്കരമായ എനർജി, ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ ഭയങ്കര രസകരമായി നല്ല റാപ്പ് ബിൽഡ് ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അടിപൊളി ക്ലാസ് ആയിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. ടൈപ്സിലേക്ക് പോകാം. എന്തോ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അങ്ങനെയാണ് ഒരു ഇപ്പൊ ക്ലാസ്. അങ്ങനെ തന്നെയാണ്. മോണ്ടിസോറി അങ്ങനെയാണ്, അൽബിർ അങ്ങനെയുള്ള ഈ പ്രീ പ്രൈമറി തലത്തിലൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഒരാളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മറ്റേ ആളിങ്ങനെ അവിടെ ഇരിക്കടാ അവിടെ ഇരിക്കടാ അവിടെ ഇരിക്കടാ എന്നിട്ട് ഇങ്ങനെ ഒരടക്കി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇതിന് ഡിഫറെന്റ് അപ്രോച്ചസ് ഉണ്ട് കേട്ടോ ടീം ടീച്ചിങ്ങിന്. അതാണ് ഇവിടെ പറയണേ, 1 ടീച്ചർ 1 ഒബ്സർവർ. അഥവാ 1 ടീച്ച് 1 ഒബ്സർവ്. ദാറ്റ് മീൻസ് there are 2 persons. One a person is a teacher and another one is an observer or observe ചെയ്യുക, കുട്ടികളെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അഥവാ ഒരാള് എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, മറ്റേ ആള് ക്ലാസ്സിനെ ഒബ്സർവ് ചെയ്യും, കുട്ടികളെ അടക്കിയിരുത്തും, അവരെ കാര്യങ്ങൾ നോക്കും. അതാണ് 1 ടീച്ച് 1 ഒബ്സർവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺസെപ്റ്റ് ഇങ്ങനെ മൈൻഡ് കയറണം. ഇത് തന്നെ ഇപ്പൊ തന്നെ ഈ ഒരു വോയിസിന്റെ കൂടെ ഈ ക്ലാസ്സിന്റെ കൂടെ പഠിച്ചു പോകണം. ഓക്കെ, ടീം ടീച്ചിങ് എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ മെത്തേഡ് എന്താ പറഞ്ഞേ? ഈ ഇവൾക്ക് ലെക്ചർ മെത്തേഡ് വല്ലാതെ പിടിച്ചിട്ട് തോന്നുന്നുണ്ട്. ഒന്ന് ഏതാ ചപ്പ ഫർഷിത നേരെ ചാടി വീഴും. ലെക്ചർ മെത്തേഡ് ഫർഷിതക്ക് വല്ലാതെ പറ്റിയോ? പറയണില്ല, ഞാൻ നിർത്തി. 2 ഡെമോൺസ്ട്രേഷൻ ഒരവസരം തന്നോട്ടെ, ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, എന്നൊരു കാര്യം ചെയ്യാം. ഇനി എപ്പോ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഫർഷിത ലെക്ചർ മെത്തേഡ് എന്ന് ഉറക്കെ പറയണം, ഫാത്തിമ പിന്നെ എന്തേലും ഡെമോൺസ്ട്രേഷൻ എന്ന് ഉറക്കെ പറയണം. ഓക്കെ, ടീം ടീച്ചിങ് ആർക്ക് വേണ്ടേ? പുതിയ ആൾക്ക് കൊടുക്കാം. ഇല്ല സാർ, ഞാൻ കളിക്കില്ല, ഞാൻ നിർത്തി. ഞാൻ ഒന്നും തെറ്റി പോലെ ഇല്ല, തെറ്റില്ല. ഫർഷിദക്ക് വിഷമായി. അല്ല, ഈ പുതിയ ആളുകൾക്ക് മൈക്ക് ഓണാക്കാൻ അറിയോ? വെറുതെ മൈക്ക് ഓണാക്കിട്ട് ആളുകൾക്ക് നമ്മള് പറ്റണില്ല തോന്നണ്. ഓൾഡ് ഈസ് ഗോൾഡ്. അല്ലെ, ആ പുതിയ ആളുകൾ മൈക്കൊന്ന് അൺമ്യൂട്ട് ആക്കിയിട്ടൊന്ന് ഹലോ പറഞ്ഞാണ്. പുതിയ ആളെന്നെ ഇപ്പൊ പറഞ്ഞു തോന്നുന്നുണ്ട് തന്നെ. ഓക്കെ, അവര് ബാക്കിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. അപ്പേ പിന്നെ ടീം ടീച്ചിങ് ആയിട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിലൊന്ന് 2 ടീച്ചർമാര് ഇതിങ്ങനെ ഇമാജിൻ ചെയ്യണം. നമ്മളല്ലേ എന്ത് ഒരാൾ കഥ പറഞ്ഞുതരാ, അല്ലെങ്കിൽ ഒരാൾ ചരിത്രം പറഞ്ഞുതരാ, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ എന്തെങ്കിലും ഇൻസിഡന്റ് പറഞ്ഞുതരാ, അത് എന്നും ഓർത്തിരിക്കാനും നമുക്കത് പിന്നെ എപ്പോഴും അതിനെ നമ്മളെ മൈൻഡിൽ കൊണ്ടുനടക്കാനുള്ള ഒരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആണ്. ഇമാജിൻ ദാറ്റ്. ആ പറയുന്ന പിക്ചർ അങ്ങനെ തന്നെ ഇങ്ങനെ മനസ്സിൽ കാണണം. ഓക്കെ, മെന്റൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അത് മറക്കൂല നമുക്ക്. അതിൻ്റെ അത് പിന്നെ അതിന് നമ്മുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ജെനുവിൻ ഡൗട്ട് ആകണം. അപ്പം നിങ്ങൾ ഒരു ക്ലാസ് റൂമെ മനസ്സിൽ കാണുക, കണ്ടോ? ഓക്കെ, അവിടെ കുറച്ച് കുട്ടികൾ, ഒരു 1ാം ക്ലാസ് കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ LKG 1ാം ക്ലാസ്സോ, കുറച്ച് കുട്ടികൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് മനസ്സിൽ കാണുക. കണ്ടാ? ഒടുക്കത്തെ നോയിസ് അങ്ങനത്തെ നമുക്ക് വലിയ കുട്ടികളാക്കണം. ഓക്കെ, 2 ടീച്ചേഴ്സ് ഉണ്ട് അവിടെ. ആ 2 ടീച്ചേഴ്സിനെ മനസ്സിൽ കാണുക. കണ്ടോ ജസ്ന? ആ 2 ടീച്ചേഴ്സ് ക്ലാസ്സിൽ എവിടെ നിൽക്കുന്നത് ഒന്ന് പറഞ്ഞ. ഒരാളെ ക്ലാസ്സിന്റെ ഫ്രണ്ടില് ബോർഡില്, ഒരാൾ ക്ലാസ്സിന്റെ ബാക്കിൽ നിന്ന് ക്ലാസ് ഫുൾ മോണിറ്റർ ചെയ്യുന്നു. മോണിറ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ബഷീറാന്റെ 2 ടീച്ചേഴ്സ് എവിടെ ഉള്ളേ? ഒരാള് സെന്ററില്, ഒരാള് സൈഡില്. ഒരാൾ സെന്റർ, ഒരാൾ സൈഡില്. ഓക്കെ, അപ്പം പിന്നെ ബാക്കറോട് ചോദിച്ചാൽ ഇനി പോകാൻ ആകെ 2 അന്തരമുള്ളതാണ്. ബാക്കറെ ഇവരുണ്ടോ? ഓ, 2 ആളും ഒരുമിച്ച സാറേ. അതെന്താടാ എന്താ ഒരുമിച്ച് നിർത്തം? ടുഗദർ ആണല്ലോ, അപ്പൊ ഞാൻ ഒരുമിച്ചതാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം
അതാണ് ഒന്നിട്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു, മറ്റേ ആള് കുട്ടികളൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. രണ്ടാമത്തത് വൺ ടീച്ച് ആൻഡ് വൺ അസിസ്റ്റ്. ഒരാൾ ഇങ്ങനെ ടീച്ച് ചെയ്ത് കൊടുക്കുകയാണ്, മറ്റേ ആൾക്ക് ആ ടീച്ചർക്ക് വേണ്ട എല്ലാ അസിസ്റ്റുകളും ചെയ്യാണ്. അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ചിലപ്പോ എഴുതി കൊടുക്കും, ചോക്ക് വേണമെങ്കിൽ എടുത്തു കൊടുക്കും, കുട്ടികളെ കൺട്രോളിങ് അങ്ങനെ ചെയ്യും. അപ്പൊ ടീച്ചർക്ക് വേണ്ട അസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തത്. ഇനി 3 റൊട്ടേഷണൽ ടീച്ചിങ് ആണ്. അതിൽ പറയുന്നുണ്ട് റൊട്ടേഷണൽ ടീച്ചിങ്ങിൽ ഫാക്കൽറ്റി മെമ്പേഴ്സ് സ്റ്റേ ക്ലാസ്സസ് ഇൻ റൊട്ടേഷൻ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കാവുന്നതാണ്. ദ ക്ലാസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു സ്മാളർ ഗ്രൂപ്പ് ആൻഡ് ദെൻ ദീസ് ഗ്രൂപ്പ്സ് റൊട്ടേറ്റ് ത്രൂ ലെസൺ ബൈ ഈച്ച് ഇൻസ്ട്രക്ടർ. വേണമെങ്കിൽ ക്ലാസ്സിനെ എന്ത് ചെയ്യാം, സ്മാൾ ഗ്രൂപ്പുകളാക്കാം. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഒരു സമയത്ത് ഒരാൾ ഒരു ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കും, പിന്നെ മറ്റേ അപ്പൊ സമയത്ത് മറ്റേ ആൾ വേറെ ക്ലാസ് എടുക്കുന്നുണ്ടാവും. ഇവർ തമ്മിൽ റൊട്ടേറ്റ് ചെയ്യും, സബ്ജക്ട് റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് റൊട്ടേറ്റ് ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇത് ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാല് ചിലപ്പോ ഒരു അരമണിക്കൂർ വേറെ ക്ലാസ് എടുത്ത് പിന്നെ അരമണിക്കൂർ വേറെ ക്ലാസ് എടുക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഒരാൾ ക്ലാസ് എടുക്കുന്നു, പിന്നെ അപ്പുറത്തന്നെ അപ്പൊ മറ്റേ ആള് അവിടെ ഇൻആക്റ്റീവ് ആവുന്നു, ഇങ്ങനെയൊക്കെ ആവാം. അഥവാ രണ്ടുപേരും ക്ലാസ് റൂമിൽ ആക്റ്റീവ് ആകണം, എന്നാൽ പരസ്പരം എന്ത് ചെയ്യാണ്, അവരുടെ ഡ്യൂട്ടി റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരാൾ എപ്പോഴും ടീച്ചറും ഒരാൾ ഫുൾ ടൈം അസിസ്റ്റന്റ് അങ്ങനെ ഉണ്ടാവില്ല. ജസ്റ്റ് അവരെന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ 4 പാരലൽ ടീച്ചിങ് എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ആർ സ്പ്ലിറ്റ് ഇൻ ഹാഫ് ആൻഡ് ഈച്ച് ടീച്ചർ ടീച്ചേഴ്സ് ദ ലെസൺ ടു 1/2 ഓഫ് ദ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ശരിക്കും രണ്ടും ഒരേ സമയത്ത് പോവാന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൊട്ടേഷനിൽ ചിലപ്പോ അവരെന്ത് ചെയ്യും, ഒരേ ക്ലാസ് തന്നെ ഒരേ സ്റ്റുഡൻസിന് തന്നെ അവരുടെ ഡ്യൂട്ടി റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ റൊട്ടേഷൻ ടീച്ചിങ്ങിൽ വരും കേട്ടോ. പാരലൽ ടീച്ചിങ് ആകുമ്പോൾ രണ്ടും ഒരേ സമയം എന്ത് ചെയ്യണം, പാരലൽ ആയിട്ട് പോകണം, ഒരേപോലെ തന്നെ ക്ലാസ് പോകണം. നോ ഡിഫറൻസ് ഇൻ ദ മെറ്റീരിയൽ പ്രസന്റഡ് ടു സ്റ്റുഡൻസ് ബൈ ഈച്ച് ടീച്ചർ ഇൻ ദിസ് മോഡൽ. രണ്ടുപേരും എന്ത് ചെയ്യാണ്, ഒരേപോലെ ക്ലാസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പം ആ ക്ലാസ് അപ്പൊ ഒരേ ക്ലാസ് മീൻസ് അവിടെ എന്തെങ്കിലും ഡിവിഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടാകാം. ഓക്കെ, ഈച്ച് ഹാഫ് ഓഫ് ദ ക്ലാസ് റിസീവ്സ് ദ സെയിം ഇൻഫർമേഷൻ ആൻഡ് there is no relation of the students or teachers, no rotation of the students or teachers. ഒരാൾക്ക് തന്നെ ക്ലാസ് എടുക്കുന്നു, മറ്റേ ക്ലാസ് എടുക്കുന്നു, പക്ഷെ രണ്ടും ഒരു ക്ലാസ് ആണ്. ഒരു ക്ലാസ് രണ്ട് ഭാഗത്തിന് 2 ഗ്രൂപ്പുകൾക്ക് ഒരേ ടോപ്പിക് കിട്ടുക, 2 എക്സ്പീരിയൻസ് ആണ് കിട്ടുക. 2 പേരാണ് ക്ലാസ് എടുക്കുക. അവിടെ റൊട്ടേറ്റ് ചെയ്യണില്ല, പരസ്പരം അവര് വെച്ച് മാറുന്നൊന്നുമില്ല. ദാറ്റ് ഈസ് പാരലൽ ടീച്ചിങ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു, റൈറ്റ് സൈഡിലുള്ള ആളുകൾക്ക് മറ്റു ടീച്ചർ ക്ലാസ് എടുക്കുന്നു. ഓക്കെ, എന്നാൽ കണ്ടന്റ് 2 സെയിം ആണ്. എന്തോ ക്ലാസ് ആവില്ലേ, രണ്ടാളും ഒരുമിച്ച്. ആക്ച്വലി ഇത് റിയൽ ക്ലാസ് റൂമിൽ ഇങ്ങനെ നടത്തുക എന്ന് പറയുമ്പോൾ ഭയങ്കര സൗണ്ടും ഡിഫറൻസും ഒക്കെ ഉണ്ടാവും. അവരാ ഒരു പ്ലേസ് ഒക്കെ മാറ്റേണ്ടി വരും. 5 ഇന്ററാക്റ്റീവ് ടീം ടീച്ചിങ്. എന്തോ പ്ലേസ് മാറ്റിയപ്പോ ഒരു ക്ലാസ്സിലാവില്ലല്ലോ. അല്ല, ഒരേ ക്ലാസ് ആണ്, ഒരേ ക്ലാസ് കുട്ടികളാ, ഒരേ കണ്ടന്റിനെ കൊടുക്കുന്നത്. 2 ടീച്ചേഴ്സ് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ അവിടെ അല്ലേ ഈ ടീച്ചിങ് സ്കിൽസ് ഒക്കെ നോക്കാനൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷണമൊക്കെ നടത്താം. പാരലൽ ടീച്ചിങ് ഏത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അക്വയർ ചെയ്യാൻ കഴിഞ്ഞത് എന്നൊക്കെയുള്ള ഇതിന് വേറെ സ്ട്രാറ്റജി ഇട്ടുകൊണ്ട് ഏത് സ്ട്രാറ്റജിയാണ് കൂടുതൽ അഡോപ്റ്റബിൾ ആവുന്നത് അങ്ങനെയൊക്കെയുള്ള പരീക്ഷണമൊക്കെ നടത്താം. ടൈപ്പ് ഓഫ് ടീച്ചിങ് അത്രേ ഉള്ളൂ. അങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ സ്കൂളിൽ നടത്തണമെന്നോ അങ്ങനെ നടത്തി വിജയിക്കാൻ പറ്റുമെന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് ടൈപ്പ് ഓഫ് ടീച്ചിങ് അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, 5 ഇന്ററാക്റ്റീവ് ടീം ടീച്ചിങ് ആണ്. Here 2 faculty members present in front of the class simultaneously and teaches a lesson 1 by 1 continuously. ഇപ്പോൾ ശരിക്കും 2 പേരും ഒരേപോലെ ആക്റ്റീവായി അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ റോളുകൾ ഇങ്ങനെ മാറി, ഒരാൾ വായിക്കുന്നു, മറ്റേ ആൾ എഴുതുന്നു, അപ്പൊ മറ്റേ ആൾ വായിക്കുന്നു, ഇയാൾ എഴുതുന്നു. ഒരേ സമയം 2 ആളും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്ററാക്റ്റീവായി വളരെ ആക്റ്റീവായി ക്ലാസ്സിൽ പോകുന്നതാണ് ആക്ച്വലി 5ാമത്തെ മോഡൽ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവർ തമ്മിൽ നല്ല റാപ്പ് ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി ആയിരിക്കും. കാരണം കുട്ടികൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യേണ്ടി വരും, മാറി മാറി നോക്കേണ്ടി വരും. കുട്ടികൾക്ക് ഒരു ഇനാക്റ്റീവ് ആണുള്ള അവസരം അവിടെ ഉണ്ടാവില്ല. ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ 5 ഏതൊക്കെ പറഞ്ഞത്, 1 ടീച്ച് 1 ഒബ്സർവ്, 1 ടീച്ച് 1 അസിസ്റ്റ്, റൊട്ടേറ്റിംഗ് ടീച്ചിങ്, പാരലൽ ടീച്ചിങ്, ഇന്ററാക്റ്റീവ് ടീച്ചിങ്. ഓക്കെ, ഇങ്ങനെ 5 എന്താ ഡെമോൺസ്ട്രേഷൻ ആണോ? അല്ല സോറി, ടീം ടീച്ചിങ്. ടീം ടീച്ചിങ് ആണ്. അപ്പൊ 3 പറഞ്ഞു. ഏതൊക്കെ ഒന്നാമത്തെ വർഷിത? ലെക്ചർ മെത്തേഡ്. 2 എന്താ ഫാത്തിമ? ഡെമോൺസ്ട്രേഷൻ. ഡെമോൺസ്ട്രേഷൻ. 3 എന്താ? 3 എല്ലാവർക്കും കൂടി ഉള്ളതാണ് ടീം ടീച്ചിങ് കേട്ടോ.
ഇനി ഇതിന്റെ ബെനിഫിറ്റ് ആണ് പിന്നെ ഇംപ്രൂവ് ദെയർ ഓൺ ടീച്ചിങ് സ്കിൽ. ഇവർക്ക് രണ്ടുപേർക്കും ടീച്ചിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ അവോയ്ഡ് ദ ലോൺലി റിപ്പീറ്റേറ്റീവ് ഫ്രാഗ്മെന്റഡ് എക്സ്പീരിയൻസ് ഓഫ് സോളോ ടീച്ചിങ്. അല്ലെ, ഒറ്റയ്ക്ക് ക്ലാസ് എടുത്താണ് പേടിക്കണ്ട, എന്തെങ്കിലും എറേഴ്സ് വരുമോ അങ്ങനെ നോക്കണ്ട. പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ ക്രിയേറ്റീവ് അസൈൻമെന്റ്സ് കൊടുക്കാനും ക്രിയേറ്റീവ് ആക്ടിവിറ്റി സംഘടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷനും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ടീച്ചേഴ്സിന് കിട്ടും. അതുപോലെ തന്നെ ഡിഫറെന്റ് ഡെവലപ്പ് ക്ലിയറർ പേഴ്സ്പെക്റ്റീവ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസിപ്ലിൻസ്. പല കുട്ടികൾക്കിടയിലുള്ള വ്യത്യാസങ്ങളും പല ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാം. രണ്ട് സബ്ജക്റ്റുകൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ, രണ്ട് സബ്ജക്ട് എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനൊക്കെ പറ്റും. പിന്നെന്തേനു ബിൽഡ് ബ്രിഡ്ജസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അക്രോസ് ഡിസിപ്ലിൻസ്. ഇതെന്താ ഉദ്ദേശം വെച്ചാലേ, ഇപ്പോ ഇംഗ്ലീഷിന്റെ ഒരു ടീച്ചറും മലയാളത്തിന്റെ ടീച്ചറും ക്ലാസ് ഒരേ സമയം ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെ പോകുന്നു, അതേപോലെ മലയാളം ക്ലാസ് എങ്ങനെ പോകുന്നു എന്നൊക്കെ പരസ്പരം മനസ്സിലാക്കാനൊക്കെ പറ്റും എന്നൊക്കെ ഉള്ളതാണ്. അത് ബെനിഫിറ്റ്സ് ഫോർ ഫാക്കൽറ്റി ആണ്. ഇനി ബെനിഫിറ്റ്സ് ഫോർ സ്റ്റുഡൻസ് ആണ് രണ്ട്. ഫാക്കൽറ്റീസിന് ബെനിഫിറ്റ്സ് ഉണ്ട്, സ്റ്റുഡൻസിനും ഉണ്ട്. സ്റ്റുഡൻസിന് എന്തൊക്കെ വെച്ചാൽ ക്ലാസ് മോർ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചലഞ്ചിങ് ആയിരിക്കും, കാരണം ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ലേണിംഗ് ഔട്ട്കംസ് കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിരിക്കും. ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കാരണം ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും ക്ലാസ് റൂം ഉണ്ടാവുക. അപ്പം പിന്നെ ടീച്ചർ ഓറിയന്റഡ് ആണ്, പക്ഷെ ടീച്ചേഴ്സിനാണ് എല്ലാം കടന്ന് കളിക്കുന്നത് എങ്കിലും സ്റ്റുഡൻസിന് എന്ത് കിട്ടും, അവരുടെ കമ്മ്യൂണിക്കേഷനിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻസ് കിട്ടും എന്നൊക്കെയാണ്. ഓക്കെ. അതുപോലെ ടീം ടീച്ചിങ് അലോ സ്റ്റുഡൻസ് ടു ഇൻവോൾവ് ഹൈ ലെവൽ ഇന്റലക്ച്വൽ ഡിലീറ്റ് എമംഗ് ഫാക്കൽറ്റീസോ. അവിടെ എന്തോ മിസ്റ്റേക്ക് ആണ്. എന്തായാലും ടീം ടീച്ചിങ് അലോ സ്റ്റുഡൻസ് ഇൻവോൾവ് ഹൈ ലെവൽ ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് മനസ്സിലാക്കിയാൽ മതി. അഥവാ കുട്ടികളുടെ ഇന്റലക്ച്വൽ എബിലിറ്റീസ് കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ ടീം ടീച്ചിങ് സഹായിക്കും. അതുപോലെ തന്നെ ഡിസിപ്ലിനറി പ്രോബ്ലംസ്, ക്ലാസിന്റെ അലമ്പ് ഒക്കെ കുറഞ്ഞു കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ്. സം ടീച്ചേഴ്സ് ആർ റിജിഡ് പേഴ്സണാലിറ്റി ടൈപ്പ്. അല്ലെ, ചില ടീച്ചറുകൾ ഭയങ്കര മൂലാച്ചികളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര റിജിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ ക്ലാസ് റൂം ഈ ടീം ടീച്ചിങ് വരുമ്പോൾ അവിടെ ആ ഒരു ബാലൻസ് ആയി പോല. രണ്ടാളും ഏകദേശം ഒരേമാതിരി ആക്റ്റീവ് ഒക്കെ ആകണം, അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ. ദെൻ വൺ സിംപ്ലി ഡിസ്ലൈക്ക് ദ അതർ ടീച്ചർ ഓൺ ദ ടീം. അല്ലെ, അങ്ങനെ ഒരാൾ ഭയങ്കര ആക്റ്റീവും ഒരാൾ പാസീവും ആയി കഴിഞ്ഞാൽ ഈ പാസീവ് ആവാൻ ടീച്ചർ ആർക്കും പറ്റൂല, ആക്റ്റീവായ ടീച്ചർ ഭയങ്കരമായി കയറിപ്പോവും, അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അലോക്കേഷൻ ഓഫ് ദ കോഴ്സ് മെറ്റീരിയൽസ് ടു ഡിഫറെന്റ് ഫാക്കൽറ്റീസ് മേ സംടൈം ഇൻകൺവീനിയൻറ്റ്. അഥവാ രണ്ട് ടീച്ചേഴ്സിനും എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും അതൊന്നും കൺവീനിയന്റ് ആവണമെന്നില്ല. അവരുടെ ഒരു മെത്തേഡിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അനുസരിച്ചുള്ളതാവണം എന്നില്ല. അതുപോലെ തന്നെ രണ്ട് ഫാക്കൽറ്റീസിനെ ഒരു ക്ലാസ്സിൽ കൊണ്ടുവരുന്ന പറഞ്ഞാൽ എക്സ്പെൻസസ് ആണ് പറയുന്നുണ്ട്, എക്സ്പെൻസീവ് ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം. അതുപോലെ ഡോണ്ട് ഹാവ് അഡീക്വേറ്റ് കോമൺ പ്ലാനിങ് ടൈം. ടീച്ചേഴ്സിന് ഇങ്ങനെ ടീം പ്ലാനിങ്ങിനുള്ള സമയം കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല എന്നൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്. അപ്പം ഇത്രയും നേരം പറഞ്ഞത് 3 ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് ആണ്. ഓക്കെ. ഇനി പറയാൻ പോണത് ലേണർ സെന്റേർഡ് മെത്തേഡ്സ് ആണ്. ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന വേണ്ട, സിമ്പിളായിട്ട് പറഞ്ഞു പോവാം. 1 സെൽഫ് ലേണിംഗ് ആണ്, 2 പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആണ്, 3 കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ്, 4 ദ കെല്ലർ പ്ലാൻ, 5 പ്രൊജക്ട് മെത്തേഡ്, 6 ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, 7 ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്, 8 മൈൻഡ് മാപ്പ്, 9 അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്. അപ്പൊ നിങ്ങൾ ഒന്നാമത് ഉത്തരവാദിത്തം എന്താ വെച്ചാൽ ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള 3 മെത്തേഡ്സും ലേണർ സെന്റേർഡ് ആയിട്ടുള്ള ഈ ഒരു 8-9 മെത്തേഡ്സും കാണാതെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ഒന്നാമത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ഇതൊക്കെ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അഥവാ എന്താണ് ടീം ടീച്ചിങ്, എന്താണ് ലെക്ചർ മെത്തേഡ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. 3ാമത്തെ സ്റ്റെപ്പാണ് അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ പഠിക്കുക. 4ാമത്തെ സ്റ്റെപ്പാണ് അതിനുള്ളിൽ വരുന്ന മറ്റു പോയിന്റ്സ് പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ 1ാമത്തെ സ്റ്റെപ്പ് ആദ്യം ചെയ്യാം, പിന്നെ 2ലേക്ക് പോവാ, പിന്നെ 3ലേക്ക് പോവാ. പഠിക്കേണ്ട രൂപം മനസ്സിലായോ? ശരിക്കും മനസ്സിലാക്കണോ? അല്ലെങ്കിൽ ഇല്ലെന്ന് പറയും, എന്നിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇത് പറയാനുള്ള കാരണം നിങ്ങൾ കുറച്ച് സമയം കൊണ്ട് പഠിക്കേണ്ട ആളുകളാണ്. അപ്പം ഇത് ഫുള്ള് ഇങ്ങനെ ഇരുന്ന് വായിച്ച് ചിലപ്പോൾ ഫുള്ള് പഠിക്കാൻ നേരം കിട്ടണമെന്നില്ല. അവിടെ എങ്ങനെ ഷോർട്ട് കട്ട് ചെയ്ത് പഠിക്കാം, മാർക്ക് വാങ്ങും വേണം
എന്നാലോ ഫുള്ള് പഠിക്കാൻ കഴിയൂല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ പഠിക്കാന്നാ പറഞ്ഞിരുന്നേ. ഈ ഒരു യൂണിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ടീച്ചർ സെന്റേഡ് മെത്തേഡ്സും ലേണർ സെന്റേഡ് മെത്തേഡ്സും ഇങ്ങനെ 2 മെത്തേഡ്സ് ഉണ്ടെന്ന് ആദ്യം പഠിക്കുക. അതിൽ ടീച്ചർ സെന്റേഡ് മെത്തേഡ്സിന് 3 മാത്രം പഠിക്കുക. ഓക്കെ, അപ്പോൾ ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ ആൻഡ് ടീം ടീച്ചിങ് അത് മാത്രം പഠിക്കുക. പിന്നെ ലേണർ സെന്റേഡ് മെത്തേഡ്സിലുള്ള ഈ ഒരു 9 പഠിക്കുക. ഇതാണ് അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്തിരി പഠിച്ചാലേ നമ്മളൊരു 40% പഠിച്ചു എന്ന് മനസ്സിലാക്കുക. പിന്നെ ആ ഓരോ മെത്തേഡ്സും എന്താണെന്ന് എനിക്കറിയോ, അപ്പൊ ഞാൻ പഠിക്കുകയാണെങ്കിൽ എനിക്കറിയോ നോക്കുക. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ കുറിച്ച് 5 പോയിന്റ് എഴുതാൻ അറിയോ. അതേപോലെ തന്നെ ടീം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ കുറിച്ച് 5 പോയിന്റ് അറിയോ. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഒരു 3, 4, 5 പോയിന്റ്സ് പഠിക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ചില ആൾക്ക് 2 സ്റ്റെപ്പ് എടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണ്ട. ആ 2 സ്റ്റെപ്പ് എല്ലാ കണ്ടന്റിലും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞ് പോവാന്നുള്ളത് മാത്രം ലക്ഷ്യം വെക്കുക. ഓക്കെ, അപ്പൊ ലേണർ സെന്ററിലേക്ക് ഫസ്റ്റ് പോവാണ്. ഫസ്റ്റ് സെൽഫ് ലേണിംഗ് ആണ്. ഈ സെൽഫ് ലേണിംഗിനെ കുറിച്ച് ഞാനിവിടെ ഒന്നും പറയില്ല. കാരണം എന്താ, മുമ്പ് വിശദമായി പഠിച്ചതാണ്. അതുകൊണ്ട് ഇതിൽ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. കാരണം സെൽഫ് ലേണിംഗ് ചുരുക്കി പറഞ്ഞുതരാം. ഒരു കുട്ടി സെൽഫ് മോട്ടിവേറ്റഡ് ആയി സെൽഫ് പ്ലാനിങ്ങോട് കൂടി പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അതിന്റെ ഭാഗമാണ്. ഗ്രാജുവേഷൻ ലെവലിലും മുകളിലേക്കുള്ള എല്ലാ എഡ്യൂക്കേഷനിലും സെൽഫ് ലേണിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കില്ല്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ടൈം ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം പഠിക്കേണ്ടതാണ് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അവിടെ സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കും, ഇന്റേണൽ ഓർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. നമ്മുടെ മാത്രം ലക്ഷ്യമായിരിക്കും. നമ്മളാണ് പ്ലാൻ ചെയ്യുന്നത്, നമ്മളാണ് കണ്ടന്റ് സെർച്ച് ചെയ്യുന്നത്, നമ്മളാണ് അത് പഠിക്കുന്നത്, നമ്മളാണ് സെൽഫ് അസസ്മെന്റ് ആണ്. നമ്മൾ തന്നെയാണ് നമ്മളെ വിലയിരുത്തുന്നത്. സെൽഫ് ഇവാലുവേഷൻ, സെൽഫ് അസസ്മെന്റ്, സെൽഫ് അപ്രീസിയേഷൻ, സെൽഫ് മോട്ടിവേഷൻ, ഇതൊക്കെ സെൽഫായി ചെയ്തുകൊണ്ട് ഒരു കുട്ടി ലേണിങ്ങിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിനെ വളരെ സയന്റിഫിക് ആയിട്ട് മുന്നത്തെ പാഠത്തിൽ പഠിച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് അവിടെ സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസും അതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഇതിൽ കുറച്ച് സംഭവങ്ങൾ പറയാനുണ്ട്. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ് പറയുന്നുണ്ട്. ഇത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതല്ല. അതൊക്കെ പുതിയ ടേംസ് ആണ്. ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനും എനിക്കും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ കൂടുതൽ പഠിക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊന്ന് യൂട്യൂബ് അഥവാ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് വല്ലാതെ സെർച്ച് ചെയ്ത് വരാത്തത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. രണ്ടാമതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഇനി പറയാൻ പോണ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ഒക്കെ ഒരേപോലെ ആയിരിക്കും കേട്ടോ. ഏകദേശം ഒരേ ഫീച്ചേഴ്സ് ആയിരിക്കും. So programmed instruction എന്ന് പറഞ്ഞാൽ it is also called programmed learning. Okay, so here it provides opportunity to the learner to study and learn individually. അഥവാ സെൽഫ് ലേണിംഗിന്റെ അതേ ഫീച്ചേഴ്സ് ഇതിൽ വരും. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനിലും സെൽഫ് ലേണിംഗിലും ഒരേ ഫീച്ചേഴ്സ് വരും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വരുന്ന മെത്തേഡ്സിന്റെ ഫീച്ചേഴ്സ് ഒരേമാതിരി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു 3, 4, 5, 6 പോയിന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് 2, 3 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട, ഇൻഡിവിജ്വലായി പഠിക്കാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും കൊടുത്തതാണ് ആക്ച്വലി പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. സോ ലേണിംഗ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ എന്താണോ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡഡ് ത്രൂ ഫ്രെയിം ഓർ സീരീസ് ഓഫ് ഫ്രെയിംസ് ഹാവിംഗ് ലേണിംഗ് മെറ്റീരിയൽസ്, ബിൽഡ് മെക്കാനിസം ഓഫ് ഇവാലുവേഷൻ, റിലേറ്റഡ് ആൻസേഴ്സ് ഓഫ് ദ ഇവാലുവേഷൻ പാർട്ട് ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക്. ദാറ്റ് മീൻസ് അവർക്ക് വേണ്ട ലേണിംഗ് മെറ്റീരിയൽസും അത് എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യേണ്ടത്, അതിന് വേണ്ട നിർദ്ദേശങ്ങളും, എങ്ങനെ അത് പഠിക്കണം, അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതാണ് ആക്ച്വലി പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിലുണ്ടാവുക വെച്ചാൽ ഓരോരോ സ്റ്റെപ്പായിട്ട് കുട്ടി എങ്ങനെയാണ് മുന്നോട്ട് പഠിച്ചു വരുന്നത്. ആദ്യം എന്ത് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം, 3rd ലെവലിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ അതിന് ഓരോ സമയത്തുള്ള ഫീഡ്ബാക്ക് കൊടുത്ത് ഒരു കുട്ടിനെ സെൽഫ് ലേണിങ്ങിലൂടെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ആക്ച്വലി പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ 1 സ്മാൾ സ്റ്റെപ്സ് ആണ്, 2 ആക്റ്റീവ് റെസ്പോണ്ടിങ് ആണ്. ദ ലേണർ ഷുഡ് റെസ്പോണ്ട് വെരി ആക്റ്റീവ്ലി എന്നുള്ളതാണ്. ദെൻ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, ദ സ്റ്റുഡൻസ് വിൽ ഗെറ്റ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അറ്റ് ദ ടൈം. ഓരോരോ ഭാഗം കഴിയുമ്പോഴും ആ കുട്ടിക്ക് എന്ത് കിട്ടും, കൃത്യമായ ഫീഡ്ബാക്കുകൾ കിട്ടും. ദെൻ സെൽഫ് പേസ് ആണ്, കുട്ടി സ്വയം തന്റെ സ്പീഡ്. എനിക്ക് 1ാമത്തെ സ്റ്റേജ് വളരെ സ്ലോ ആലേ പറ്റുള്ളെങ്കിൽ ഞാൻ സ്ലോ ആയി പഠിക്കാം, എനിക്ക് ഫാസ്റ്റ് ആയി പഠിച്ചാൽ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ, പിന്നെ സ്റ്റുഡന്റ് ടെസ്റ്റിംഗ് ആണ്. ഒരു കുട്ടി എന്ത് ചെയ്യും, സെൽഫ് ടെസ്റ്റ് നടത്തും, സ്വന്തം എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ സ്വഭാവം
ഒന്ന് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, ഓരോ കുട്ടിക്കും അവന്റെ പേസ് അനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ ലോജിക്കൽ സീക്വൻസിങ് കൊടുത്തിട്ടുണ്ടാകും, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഉണ്ടാകും. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാ. അതുപോലത്തെ ഇൻബിൽഡ് മെക്കാനിസം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ ടോപ്പിക് എങ്ങനെ പഠിക്കണം, എത്ര സമയം കൊണ്ട് പഠിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ടാകും. ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ടാകും. അത് അവരുടെ പേസിനനുസരിച്ച്. പേസ് മീൻസ് ദെയർ ഓൺ സ്പീഡ്. അല്ല വോയിസ് കേൾക്കുന്നില്ലേ? ആ, ഞാൻ കരുതി ഞാൻ മാത്രമാണോ നോക്കിയതാ. അതുപോലെ തന്നെ ലേണിംഗിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ആക്ച്വലി പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് ഓരോരോ ലെവല് അവരുടെ പേസിനനുസരിച്ച് അച്ചീവ് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽസും ഇൻസ്ട്രക്ഷൻസും അതിന് വേണ്ട ടൈമും അതിന് വേണ്ട ലോജിക്കൽ അറേഞ്ച്മെന്റ്സും എല്ലാം കൊടുത്ത് അവരവരുടെ പേസിനനുസരിച്ച് പതുക്കെ പതുക്കെ പഠിച്ചു വരിക എന്നുള്ളതാണ് ആക്ച്വലി ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പല സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് പ്രോഗ്രാംഡ് ലേണിംഗ് മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ വേണ്ട ആളുകൾ മാത്രം അത് വായിക്കാം. ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഗ്രാംഡ് ലേണിംഗ് ആണ്. ഇവിടെ നോ ഫിക്സഡ് ടൈം. കുട്ടികൾക്ക് എന്തില്ല, ഇന്ന സമയം കൊണ്ട് തന്നെ പഠിച്ച് തീരുന്നില്ല. സജഷൻസ് കൊടുക്കാം, ഇത് ഒരു 2 hour കൊണ്ട് പഠിച്ച് തീരേണ്ടതാണെന്നൊക്കെ കൊടുക്കാം. പക്ഷെ അവിടെ കമ്പൽസറി അല്ല. അതുപോലെ തന്നെ ദേ ക്യാൻ ലേൺ ഇൻ ദെയർ ഓൺ പേസ്. ഓക്കെ, അതാണ് അവരുടെ പ്രധാനം. അവരുടെ സ്പീഡിനനുസരിച്ച് അവർക്ക് പഠിക്കാം. സെൽഫ് ലേണിംഗ് ആണ്. സെൽഫ് ലേണിങ്ങിനെ കൂടുതൽ സ്ട്രാറ്റജിക് ആയി കൊണ്ടുപോകാനുള്ള ഒരു മെത്തേഡാണ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ട പ്രാക്ടീസ് എങ്ങനെയാ? ഹോംവർക്ക് പോലെ ഒന്നുമില്ല. നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ, അപ്പോ ഇന്ന ടോപ്പിക്ക് ഇന്ന രൂപത്തിലാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവർ സ്വയം പഠിക്കുക. അത്രയൊക്കെ ഉദ്ദേശിക്കണുള്ളൂ. ഇത് പ്രോഗ്രാംഡ് ലേണിംഗിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ചില ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഓരോരോ സ്റ്റേജ് ഇങ്ങനെ കടന്നു പോകും. ആ സ്റ്റേജ് കഴിയുമ്പോൾ ഇവാലുവേഷൻ ഉണ്ടാവും. അങ്ങനെ അത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് ആണ്. നമുക്ക് അടുത്ത് പറയാനുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഫിസിക്കൽ രൂപമാണ് ആക്ച്വലി പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും ചുരുക്കി ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓരോ കുട്ടിക്ക് അവന്റെ സ്പീഡ് അനുസരിച്ച് ഓരോ ടോപ്പിക്കും എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏത് ആദ്യം പഠിക്കണം എന്നുള്ള കുറെ പ്രോഗ്രാംസ്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു വെക്കുക. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്യുക, സ്വയം അവന്റെ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ച് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോവുക. ഓരോ സ്റ്റെപ്പിലും അവന് വേണ്ട ഫീഡ്ബാക്ക് കൊടുക്കുക. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അഡ്വാൻറ്റേജുകള്, പിന്നെ മെത്തേഡ്സ് ഓഫ് പ്രസന്റിങ് കോണ്ടെക്സ്റ്റ് ടു സ്റ്റുഡൻസ് ത്രൂ സീക്വൻസസ് ഇൻ എ കൺട്രോൾഡ് മാനർ എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് എങ്ങനെയാണ് ഓരോ പിന്നെ സ്റ്റെപ്പും കടന്നു പോകണ്ടേ, അതിന്റെ സീക്വൻസ് എന്താ, അതിന്റെ ഓർഡർ എന്താന്നൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടി തന്നെ എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തണം, അവനെ ജഡ്ജ്മെന്റ് നടത്തണം, അവന്റെ സ്കിൽ ഇംപ്രൂവ് ആകണം, അവൻ അതിന് വേണ്ടിയിട്ട് പിന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ലേണിംഗ് ആൻഡ് അവോയ്ഡ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ്. ഒരു കുട്ടീനെ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ ലേണിംഗിലേക്ക് എത്തിക്കും. അഥവാ ഇതിന്റെയൊക്കെ ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ സെൽഫ് ലേണിംഗിലേക്ക് ഒരു കുട്ടി എത്തുക എന്നുള്ളതൊക്കെ ആയിരിക്കും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജുകളാണ് ലിമിറ്റ് സ്റ്റുഡൻസ് ഇൻ ക്രിയേറ്റിവിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. കാരണം ഇതിൽ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, കുട്ടി എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാംഡ് ആണ്. ദാറ്റ് മീൻസ് അത് ഓൾറെഡി പ്ലാൻഡ് ആണ്. അപ്പൊ അത് കുട്ടിയുടെ വെറൈറ്റി ആയിട്ട് പോയി പഠിക്കാനുള്ള ഒരു അവസരം കുറവാണ്. ഒരു സെൽഫ് ലേണിംഗ് ആണെങ്കിൽ ഫുള്ള് കുട്ടിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം കുട്ടിക്ക് അവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇവിടെ ചില അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ കുട്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ ഗൈഡഡ് ആണ്. സോ ആ ഗൈഡൻസ് അനുസരിച്ച് കുട്ടി പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ പ്രിപ്പറേഷൻ ഓഫ് മെറ്റീരിയൽ ഇസ് ടൈം കൺസ്യൂമിങ്. ഇതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ ചിലത് കുട്ടി ഉണ്ടാക്കേണ്ടി വരും, കുട്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതൊക്കെ കുട്ടിക്ക് ടൈം കൺസ്യൂമിങ് ആയിരിക്കും, കുറച്ച് സമയം അതിൽ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ റെസ്ട്രിക്ട് സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. ഇവിടെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻസിന് സാധ്യത കുറവാണ്. ജസ്റ്റ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇടപെടലുകളൊന്നും ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഒരാവശ്യമില്ല. അതുപോലെ തന്നെ സ്റ്റുഡൻസ് മേ ഗെറ്റ് സെപ്പറേറ്റ് ഫ്രം സൊസൈറ്റി. ഓരോ കുട്ടിക്കും നിർദ്ദേശങ്ങൾ കൊടുത്ത് അവനെ മാറ്റിയിരുത്തുന്ന ഒരു സിസ്റ്റം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ടാവില്ല. ക്ലാസ് റൂമിൽ നമ്മൾ സാധാരണ ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന സെറ്റപ്പ് ഇവിടെ ഉണ്ടാവണമെന്നില്ല. ഡൗട്ട്സ് കനോട്ട് ബി റിസോൾവ്ഡ് ത്രൂ ഹിസ് ഇൻസ്ട്രക്ഷൻ ഇമ്മീഡിയറ്റ്ലി എ ഫോർമൽ എഡ്യൂക്കേഷൻ. പിന്നെ ഫോർമൽ എഡ്യൂക്കേഷൻ ഒരു ക്ലാസ് റൂമിൽ നിന്ന് ക്ലിയർ ചെയ്യണ പോലെ ഡൗട്ട് വന്നു അപ്പൊ തന്നെ ചോദിച്ചു അപ്പൊ തന്നെ ക്ലിയർ ചെയ്തു, അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നൊന്നുമില്ല. ആ കുട്ടിയുടെ ഡൗട്ടൊക്കെ അവൻ എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത് നോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേജിൽ അവൻ എന്ത് ചെയ്യുക, അത് ചോദിക്കുക. അങ്ങനെയൊക്കെ ഉള്ളൂ ഉണ്ടാവുക. നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ ഇതൊന്നും. അതുകൊണ്ടാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ആണ് ഇങ്ങനെ പറയുന്നത്. തേർഡ് വൺ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇവിടെ ഫുള്ളി കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് ആണ്. അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് അസൈൻ ചെയ്ത്
കമ്പ്യൂട്ടറിന്റെ സ്റ്റെപ്പോട് കൂടി ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. CAI ചിലപ്പോൾ ഒരു മാർക്കിൽ ചോദിച്ചിട്ടോ വാട്ട് ഈസ് CAI, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ്. ഇവിടെയും ഇതൊരു സെൽഫ് ലേണിംഗ് ആണ്. ഇതിന് വേണ്ടി കുട്ടിക്ക് എന്ത് വേണം, നമ്മളൊരു പ്രോഗ്രാമഡ് ആയിട്ടുള്ള ഒരു ICT ബേസ്ഡ് ആയ ഒരു സാധനം കൊടുക്കണം. അതിന് അവന് ടെക്സ്റ്റും ഗ്രാഫിക്സും സൗണ്ടും വീഡിയോസും എല്ലാം അവൻ എന്ത് ചെയ്യും, കുറെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, കുറെ വീഡിയോസ് കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ അവൻ കാണണം. അങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ട് ചാനലൊക്കെ വിസിറ്റ് ചെയ്ത് ക്ലാസ് കേട്ട് അതിൽ അവന് ചില അസൈൻമെന്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് ആ കുട്ടി മുന്നോട്ട് പോവുക. ഇവിടെ എന്താ വെച്ചാല് കമ്പ്യൂട്ടറിന്റെ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. കമ്പ്യൂട്ടറിന്റെ അസിസ്റ്റൻറ്റോട് കൂടി കുട്ടി എന്ത് ചെയ്യാണ്, കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കുട്ടി മുന്നോട്ട് പോവുക. അതാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. കാരണം ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാട് സോഫ്റ്റ്വെയറുകളൊക്കെ അതിന് വേണ്ടിയിട്ടുണ്ട്. ഓരോ ലെവൽ ഇങ്ങനെ കഴിഞ്ഞ് പോയി കുട്ടിക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ലെവലിലേക്ക് എത്തുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി അവന് പ്രാക്ടീസ് ഡ്രിൽസ് കൊടുക്കാം, ആൻഡ് ട്യൂട്ടോറിയൽസ് ഉണ്ടാവും. അതിനെങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, അതിന്റെ ട്യൂട്ടോറിയൽസ് ഉണ്ടാകും. ഗെയിംസ് കൊടുക്കാം, സിമുലേഷൻസ്, അവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ അവൻ ഡിസ്കവർ ചെയ്യാൻ, അവനായിട്ട് സ്വന്തം ഡെവലപ്പ് ചെയ്യാനും കണ്ടെത്താനുള്ള ടോപ്പിക്കുകൾ ഉണ്ടാകും. അവന് ചില പ്രോബ്ലംസ് അഥവാ ചില എക്സ്പെരിമെന്റ്സ് അവർക്ക് സോൾവ് ചെയ്യാനുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളാണ് CAI. ഇത് ശരിക്കും നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു പ്രോഗ്രാംഡ് ലേണിംഗിന്റെ ഭാഗം തന്നെയാണ്. അതിൽ കമ്പ്യൂട്ടർ വന്നാൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതിലേക്ക് മാറും എന്നുള്ളതാണ് അതിന്റെ ഒരു ചുരുക്ക രൂപം പറയുകയാണെങ്കിൽ. സോ അതിന്റെ അഡ്വാൻറ്റേജുകളാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസ് കണ്ടുകണോ, അല്ലെങ്കിൽ അത് അങ്ങനെ പഠിച്ചുകണോ? ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ വന്ന് ഈ ഓൺലൈൻ കോഴ്സോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നമ്മള് ഇതുണ്ടല്ലോ, ഏത് സോഫ്റ്റ്വെയർ വാങ്ങൂലേ, നമ്മള് ആപ്പ് വാങ്ങൂലേ, PSCന്റെയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആപ്പുകൾ വാങ്ങാൻ കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ ഓരോ ലെവലിൽ ഇങ്ങനെ പഠിച്ചു പോകും. എന്താണ് NPTEL സ്വയം ആപ്പില് അതിനെന്താ ചെയ്യാം, കോപ്പി ചെയ്യേ? നമുക്ക് കോളേജിൽ നിന്ന് ഓരോ സെമ്മിൽ ഓരോ കോഴ്സ് ചെയ്യണമായിരുന്നു. അപ്പൊ NPTEL കോഴ്സ് ചെയ്ത് ഇതേപോലെ. എന്താ എനിക്കറിയില്ല, അതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞങ്ങൾക്ക് പിന്നെ അത് കിട്ടാണ്ട് പേപ്പർ നമ്മൾ ഈ ഡൽഹിയിലൊന്നും പഠിക്കാത്തോണ്ടേ, ഡൽഹിയിൽ നിന്ന് ഞാൻ ഫറൂഖ് കോളേജിൽ ചെയ്ത്. നമ്മൾ ഈ ഫറൂഖ് കോളേജ് പഠിക്കാത്തോണ്ടായിരുന്നു. ഫറൂഖ് കോളേജ് പഠിച്ച വേറെ ആൾക്കാരൊക്കെ ഇതിലുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പഠിക്കണോ? ഞാൻ 2019-22 ആ ബാച്ച് പഠിച്ചവരൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. സോ നമ്മളല്ലേ എങ്ങനെ ആപ്പുകളും കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് ലേണിംഗ് ആണ് ആക്ച്വലി. നമുക്ക് ഓരോ സ്റ്റെപ്പ് കവർ ചെയ്തിട്ട് ഇങ്ങനെ പോകാം. സോ ഇതില് 1-to-1 ഇന്ററാക്ഷൻ ആക്ച്വലി. നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഒരു ഗ്രേറ്റ് മോട്ടിവേറ്റർ ആണ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റന്റ് റെസ്പോൺസസ് ഓർ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട്. സെൽഫ് പേസിംഗ് ആണ്, നമുക്ക് നമ്മുടേതായ ഒരു സമയത്ത് ഇങ്ങനെ പഠിച്ച് പോകാൻ പറ്റും. ഹെൽപ്സ് ടീച്ചർ ക്യാൻ ഡിവോട്ട് മോർ ടൈം ടു ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്. ഓരോ കുട്ടിക്കും ഒരുപാട് സമയം ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ടീച്ചേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് അവർക്ക് കാണാം, അവരുടെ പേസിനനുസരിച്ച് അവർക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഷൈ ആയ സ്ലോ ലേണേഴ്സിനൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നടത്താൻ പറ്റും. കാരണം അവർക്ക് വേറെ ആരും കളിയാക്കാനൊന്നുമില്ല, അവരുടേതായ രൂപത്തിൽ പഠിച്ച് പോകാം. എന്നാൽ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അക്യൂറേറ്റ് പഠിക്കേണ്ട കുട്ടികൾക്ക് അങ്ങനെയും അതിൽ അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു മൾട്ടി സെൻസറി അപ്രോച്ചാണ്. ഗ്രാഫ് ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് വരുമ്പോൾ മേ ഫീൽ ഓവർവെൽമഡ് ബൈ ദ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സ് അവൈലബിൾ. അതിൽ ഒരുപാട് ലിങ്കുകളും ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും. അത് കൂടുതലാണോ എന്ന് തോന്നിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. കാരണം കമ്പ്യൂട്ടറും ഇന്റർനെറ്റും എപ്പോഴും അടുത്തുണ്ട്. അപ്പം നമ്മുടെ അറ്റൻഷൻ മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ലേണിംഗ് കൂടുതൽ മെക്കാനിക്കലായി മാറും. നമ്മൾ ക്ലാസ് റൂം, അവിടുത്തെ സന്തോഷങ്ങള്, അവിടുത്തെ പാരകള്, അല്ലെ, അവിടുത്തെ കൊച്ചു സന്തോഷം, കൊച്ചു തമാശകള്, അതൊക്കെ മിസ്സായി പോകുന്നുള്ളതാണ്. പിന്നെ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ പറയുന്നുണ്ട്. can become boring if a student alone in a terminal for too long time.
ഒരേ സമയത്ത് ഇങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കി കുറേ പഠിക്കുക, അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. നമ്മളിപ്പോ ഏതൊക്കെ 3 കണ്ടേ? സ്റ്റുഡന്റ് ലേണർ ഓറിയന്റഡ് മെത്തേഡ്സ് ഏതൊക്കെ 3 കണ്ടേ? സെൽഫ് ലേണിംഗ്, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. ഈ 4ാമത്തത് ദ കില്ലർ പാൻ ആണ്. ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ, PSI എന്ന് പറയും കേട്ടോ. കാരണം ഫ്രെഡ് എസ് കെല്ലർ, കില്ലർ അല്ല കെല്ലർ, സോ അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ടീമും ആണ് ഇത് കണ്ടുപിടിച്ചെന്നുള്ളതുകൊണ്ടാണ് കെല്ലർ പാൻ എന്ന് പറയുന്നത്. ഇതും ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് മെത്തേഡാണ്. നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ 3 പോലെ 4 പോലെ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് മെത്തേഡാണ്. ഇംപ്രൂവ്മെന്റ് ഓഫ് ഹൈസ്കൂൾ ലേണിംഗിനാണ്, അതോ കുറച്ച് മെച്യൂരിറ്റി ഉള്ള കുട്ടികൾക്കാണ് ആക്ച്വലി. സോ ഹൈലി പേഴ്സണലൈസ്ഡ് ലേണിംഗ് മെത്തേഡ് ഇൻ വിച്ച് സ്റ്റുഡൻസ് പ്രോഗ്രസ് അറ്റ് ദെയർ ഓൺ പേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം അതിനെ ഫ്രെഡേഴ്സ് കെല്ലർ പറഞ്ഞുകൊണ്ട് അത് കെല്ലർ മെത്തേഡ് എന്നാക്കുകയാണ്. ഇത് സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനോട് സാമ്യം ഉണ്ടെന്ന് പറയണേ. കാരണം എന്താ വെച്ചാൽ ഒരാൾ ഒരു കാര്യം ചെയ്ത് കാണിച്ചു തരും, ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരും, അതുപോലെ നമ്മൾ ചെയ്യുക. ഒരു ടീച്ചർ ഒരു കാര്യം പറഞ്ഞു തരും, അത് അതുപോലെ തന്നെ പഠിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഗോ അറ്റ് യുവർ ഓൺ പേസ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ നമ്മുടേതായ പേസിൽ പഠിക്കുക. ദെൻ യൂണിറ്റ് പെർഫെക്ഷൻ റിക്വയർമെന്റ്, ദാറ്റ് മീൻസ് ഓരോരോ യൂണിറ്റുകൾ അല്ലെങ്കിൽ ഓരോരോ ടോപ്പിക്കിൽ നമ്മൾ മാസ്റ്ററായി അത് പഠിച്ചിട്ട് ഇങ്ങനെ അടുത്തതിലേക്ക് പോവുക. എംഫസിസ് ഓൺ റിട്ടൺ മെറ്റീരിയൽസ്, നമുക്ക് ഒരുപാട് റിട്ടൺ മെറ്റീരിയൽസ് ഉണ്ടാകും, ലെക്ചറിങ് ഉണ്ടാകും, ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? എംഫസൈസ് ചെയ്യുക. ദെൻ ദ യൂസ് ഓഫ് പ്രോക്ടർ. പ്രോക്ടർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു എക്സ്പേർട്ടറായ ആള്, നമ്മളെങ്ങനെ എഡിറ്റ് ചെയ്യാൻ, നമ്മൾ തിരുത്താനൊക്കെ ഉള്ള ഒരാള്, അങ്ങനെ ഒരാളുടെ ഒരു ട്യൂട്ടർ. ആ ട്യൂട്ടറിന്റെ ഒരു പ്രസൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ഒരു ഈ കെല്ലർ മെത്തേഡ്സിൽ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ സീറ്റിംഗ് ഫോർ അബൌട്ട് 20 സ്റ്റുഡൻസ് ഒക്കെ പറയുന്നുണ്ട്. അതൊരു ഒരു ടീച്ചിങ് ലാബാണ്. അവിടെ ഒരു 20ഓളം കുട്ടികൾ ഉണ്ടാകും. 3 മുതൽ 4 മണിക്കൂർ വരെ അവർ പഠിക്കും. 1 or more tutors അവൈലബിൾ, ഒന്നിലധികം ട്യൂട്ടേഴ്സ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. അവരെന്ത് ചെയ്യും? ഓരോ കുട്ടിയും ലാബിലേക്ക് വരും. അവരുടേതായ കുറെ മെറ്റീരിയൽസ്, അവർക്ക് കുറെ ക്വിസ്, കുറെ മെറ്റീരിയൽസ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. അത് അവരവിടെ നിന്ന് പഠിക്കും. അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് അവർ കൺസൾട്ട് ചെയ്യും, അവരത് കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവർ പഠിക്കും. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഓരോ ദിവസവും അവർക്ക് കുറെ ക്വിസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് കുറെ വർക്ക് ഷീറ്റ് കൊടുക്കും. അത് അവരെന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ഓക്കെ, അവരുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവർക്ക് ചോദിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ആയിട്ടാണ് കെല്ലർ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു 10 കുട്ടികൾ വരുന്നു, ഒരു 2-3 ടീച്ചേഴ്സ് ഉണ്ടാകും. ഓരോ കുട്ടിക്കും വേണ്ട ഇൻസ്ട്രക്ഷൻസും മെറ്റീരിയൽസും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അവർ അവരുടേതായ ലോകത്ത് പോയിട്ട് അത് പഠിക്കുന്നു, ഡൗട്ടുകൾ ചോദിക്കുന്നു, പ്രോബ്ലം ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു, പഠിക്കുന്നു, എന്തെങ്കിലുമൊക്കെ പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെയുള്ള മെന്റേഴ്സിനോട് ചോദിക്കുന്നു. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു 4 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഡിറ്റർമിൻ ദ മെറ്റീരിയൽ ഫോർ ദ കോഴ്സ്. ഏത് മെറ്റീരിയൽ പഠിക്കണ്ടേ, എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു മെറ്റീരിയൽസ് പ്ലാൻ ചെയ്യണം. ദെൻ ഡിവൈഡ് ദ മെറ്റീരിയൽ ഇൻടു സെൽഫ് കണ്ടെയ്ൻഡ് മൊഡ്യൂൾസ്. ഓരോ കുട്ടിക്കും വേണ്ട മൊഡ്യൂൾസ് ആയിട്ട് അവനവന് വേണ്ട സ്ട്രാറ്റജീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്ത് സാധനം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ക്രിയേറ്റ് മെത്തേഡ്സ് ഫോർ ഇവാലുവേറ്റിംഗ് ദ മെറ്റീരിയൽ. അതുപോലെ തന്നെ ഓരോ കുട്ടിക്ക് വേണ്ട ഇവാലുവേഷൻ മെത്തേഡ്സും ഇവാലുവേഷൻ ടൂൾസും പ്രിപ്പയർ ചെയ്യണം. ദെൻ അലോ ലേണേഴ്സ് ടു മൂവ് ഫ്രം മൊഡ്യൂൾ ടു മൊഡ്യൂൾ. ഓരോരോ മൊഡ്യൂൾ പഠിച്ചതിന് ശേഷം അടുത്ത മൊഡ്യൂൾക്ക് ഓരോ കുട്ടിക്കും പോകാൻ പറ്റണം. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു PSCക്കോ അതല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പിന്നെ നമ്മൾ എന്താ പറയാ മത്സര പരീക്ഷകൾക്കൊക്കെ പഠിക്കാനൊക്കെ വേണമെങ്കിൽ ഇത് നടത്താം. കാരണം ഓരോ കുട്ടി എന്ത് ചെയ്യും, എത്ര ഡെവലപ്മെന്റ് ആയി, എന്തൊക്കെ പഠിച്ചു എന്നതൊക്കെ ടീച്ചേഴ്സിന് വിലയിരുത്താം. 20 കുട്ടികളേ ഉള്ളൂ, ഒരു 2-3 സ്റ്റാഫൊക്കെ ഉണ്ട്, മെന്റേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് ഒരാൾക്ക് ഒരു 10 കുട്ടികളൊക്കെ വെച്ച് നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നൊക്കെയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇവിടെ സിഗ്നിഫിക്കന്റ്ലി പോസിറ്റീവ് എഫക്റ്റ് ഉള്ള ലേണിംഗിന് പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം ഒരു 10 കുട്ടിക്ക് ടീച്ചർ എന്നുള്ള റേഷ്യോകൾ വരുന്നുള്ളൂ. അത് മാത്രമല്ല എന്താണ് ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് ഉള്ള ഫീഡ്ബാക്കും പിന്നെ അവർക്ക് വേണ്ട ഗൈഡൻസും മോട്ടിവേഷനും പണിഷ്മെന്റും ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഹലോ സർ. ഓക്കെ. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പോകുമ്പോൾ ലിമിറ്റഡ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് പറയണേ. കാരണം ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒന്നും അതിലില്ല. ദാറ്റ് മീൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇല്ല. ജസ്റ്റ് കുറെ മെറ്റീരിയൽസ് ആണ് അതിൽ ഫോക്കസ് ചെയ്യുക. കുറെ മെറ്റീരിയൽസും കുറെ ക്വിസ് അല്ലെങ്കിൽ കുറെ പ്രാക്ടീസും ആണ് അവർ കൊടുക്കുക. ഓക്കെ, ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്, ഭയങ്കര പ്രഷർ ഉണ്ടാവും കുട്ടികൾക്ക്, ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും, അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് കൂടും. ദെൻ ഡിക്രീസ്ഡ് ഹ്യൂമൻ ഇന്ററാക്ഷൻ,
മനുഷ്യന്മാർ തമ്മിൽ ഇന്ററാക്ഷൻസ് അവിടെ കുറവായിരിക്കും. ഓക്കെ, ഇതാണ് നാലാമത്തത്. ഇനി 5 പ്രൊജക്ട് മെത്തേഡാണ്. ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാനുള്ളൂ. സാധാരണ ഒരു പ്രൊജക്റ്റീവ് അല്ലേ. അപ്പം അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് ഒരു വർക്ക് അസൈൻ ചെയ്യുന്നു, ഒരു നാച്ചുറൽ എൻവയോൺമെന്റ് എന്നുള്ള ഒരു വർക്ക് അസൈൻ ചെയ്യുന്നു, ആ കുട്ടികൾ അത് പഠിക്കുന്നു, അത് എൻക്വയറി നടത്തുന്നു, അത് റിസർച്ച് നടത്തുന്നു, സബ്ജക്ട് മാറ്റർ നാച്ചുറൽ സെറ്റിംഗ്സ് എന്ന് പഠിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. സോ ഈ പ്രൊജക്ട് മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ കിൽപാട്രിക് എന്നുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട്. പ്രൊജക്ട് മെത്തേഡ് ഇതൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ സാധാരണ സ്കൂളുകളിൽ ചെയ്യുന്നതാണ്. അതിന്റെ ഒരു പ്രത്യേകത പറയുന്നത് എന്ന് വെച്ചാൽ ബേസിക് പ്രിൻസിപ്പിൾസ് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. കുട്ടികളാണ് ചെയ്യേണ്ടത് ലേണിംഗ് ബൈ ലിവിങ്, നാച്ചുറൽ സിറ്റുവേഷനിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ലേണിംഗ് ബൈ ലിവിങ് എന്ന് പറയുന്നത്. ദെൻ ലേണിംഗ് ത്രൂ അസോസിയേഷൻ, കോപ്പറേഷൻ ആൻഡ് ആക്ടിവിറ്റി. കുട്ടികൾ പരസ്പരം സഹകരിച്ച് അസോസിയേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ലേണിംഗ് ബൈ എക്സ്പീരിയൻസ് ആണ്, അവരുടെ എക്സ്പീരിയൻസ് എന്നാണ് അവർ പഠിക്കേണ്ടത്. ലേണിംഗ് ബൈ സോഷ്യബിലിറ്റി ആണ്, സമൂഹവുമായി ഇടപെടൽ ഉണ്ടാവണം. കാരണം ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് നടത്തുമ്പോൾ സമൂഹത്തിലെ കുറെ ആളുകളോട് പോയി ചോദിച്ച് അവരൊക്കെ ഒന്ന് വിവരങ്ങൾ ശേഖരിച്ച് വേണം കുട്ടി പഠിക്കാൻ. പിന്നെ എക്സാമ്പിൾസ് ഫോർ പ്രൊജക്ട് വേണ്ട. സ്റ്റെപ്സ് ഇൻ പ്രൊജക്ട് ഒന്ന്, പ്രൊവൈഡിങ് സിറ്റുവേഷൻ, അഥവാ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് ടോപ്പിക് എന്നുള്ള ഒരു സിറ്റുവേഷൻ, അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഫസ്റ്റ് അതിന് വേണ്ട സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. 2 ചൂസിങ് എ പ്രൊജക്റ്റ് ആണ്, അതിന് വേണ്ട ടോപ്പിക് അല്ലെങ്കിൽ പ്രൊജക്ട് ചൂസ് ചെയ്യുക. 3 പ്ലാനിങ് ഓഫ് ദ പ്രൊജക്ട്, നമുക്ക് കിട്ടുന്ന പ്രൊജക്റ്റിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ടോപ്പിക്കിനനുസരിച്ചുള്ള ഒരു പ്ലാനിങ് നടത്താം. ദെൻ എക്സിക്യൂട്ടിങ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ലാസ്റ്റ് റെക്കോർഡിംഗ് ഓൾ ആക്ടിവിറ്റീസ്, അതോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് 6ാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഒന്ന് പ്രൊവൈഡിങ് സിറ്റുവേഷൻ ആണ്, പ്രൊജക്റ്റിനുള്ള സിറ്റുവേഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് കേട്ടോ. അത് എല്ലാവർക്കും ഉള്ള ഒരു കോമൺ സിറ്റുവേഷൻ ആണ്. പിന്നെ ടോപ്പിക് ചൂസ് ചെയ്യുന്നു, അത് പ്ലാൻ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊരു 6 സ്റ്റെപ്പുകളാണ്. അതൊക്കെ സിമ്പിൾ ആണ്, അതിനൊന്നും അല്ലാണ്ട് കൂടുന്നില്ല. ഓക്കെ, പിന്നെ പ്രൊജക്ട് മെത്തേഡ്സിന്റെ മെറിറ്റ്സ് ആണ്. ഒന്ന് സൈക്കോളജിക്കൽ മെത്തേഡാണ്, ലേണർ സെന്റേഡ് ആണ്. കാരണം കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവർ പോയി പഠിക്കണം. പിന്നെ ഇൻട്രൊഡ്യൂസസ് ഡെമോക്രസി ഇൻ എഡ്യൂക്കേഷൻ. കാരണം ഡെമോക്രസി ഉണ്ട് അവിടെ, കുട്ടികളാണ് എല്ലാം തീരുമാനിക്കുന്നത്, കുട്ടിയാണ് കണ്ടെത്തുന്നത്. സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്, കോഓപ്പറേഷൻ ഉണ്ട്. ഇതൊക്കെ അതിനുള്ളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് മെറിറ്റ്സ് ഓഫ് പ്രൊജക്ട് മെത്തേഡ്. ഈ മെറിറ്റ്സ് ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതാം, ലേണർ സെന്റേഡ് ആയിട്ടുള്ള എല്ലാത്തിലും എഴുതാം കേട്ടോ. എന്തൊക്കെയാണ്? സൈക്കോളജിക്കൽ ആണ്, ലേണർ സെന്റേഡ് ആണ്. ഇത് നിങ്ങൾ കോമൺ ആയിട്ട് എഴുതിച്ചാൽ മതി, കോമൺ ആയിട്ട് പഠിച്ചാൽ മതി. ഒരു 6എണ്ണെങ്കിലും മിനിമം പഠിക്കാം കേട്ടോ. സൈക്കോളജിക്കൽ, ലേണർ സെന്റേഡ്, ഡെമോക്രാറ്റിക്, ഇന്ററാക്റ്റീവ്, കോഓപ്പറേറ്റീവ്, എക്സ്പീരിയൻഷ്യൽ, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ഡിസിപ്ലിൻ. ഒരു 5-8 പോയിന്റ് ഉണ്ട്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ലേണർ സെന്റേഡിന്റെയും അഡ്വാൻറ്റേജ് ആയി നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഡിമെറിറ്റ് ആണ്, ഇത് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ട്രെയിനിങ് അത്യാവശ്യമാണ്. കണ്ടിന്യൂറ്റി കിട്ടുമോ, സിസ്റ്റമാറ്റിക് ആക്കാൻ കഴിയുമോ എന്നുള്ളത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത് പോസിബിൾ ആവുമെന്ന് ഉറപ്പില്ല. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ നോളജ് ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ മാത്രം പറ്റുന്നതാണോ, അതിനുള്ള ആക്ടിവിറ്റിക്ക് അവർക്ക് പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവിടെ ബാക്കിയാണ്. ഡിമെറിറ്റുകൾ അല്ലാണ്ട് പഠിക്കണമെന്നില്ല, മെറിറ്റിക്കാണ് എല്ലാത്തിനെയും ഫോക്കസ് ചെയ്യണ്ടേ. ഓക്കെ, നമുക്ക് ഡിമെറിറ്റ് വേഗം വരും, മെറിറ്റ് ഒക്കെ വരാത്ത. ഹലോ, ഒരു മനുഷ്യനിലെ ഏറ്റവും കൂടുതലുള്ള ചിന്ത നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. നമ്മൾ അൾട്ടിമേറ്റ് നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യൻ, എല്ലാ മനുഷ്യന്മാരും നെഗറ്റീവ് ആണോ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണ്. കാരണം വെച്ചാലേ അങ്ങനെ പറയുമ്പോ ഇത് പാഠമായി ബന്ധപ്പെട്ടതല്ല കേട്ടോ. നമ്മൾ എല്ലാ ഡ്രങ്കാർഡ്സ് അല്ലെങ്കിൽ എല്ലാ കള്ളുകൂടിയന്മാർക്കും ഓരോ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരിക്കും എന്ന് പറഞ്ഞു, കള്ളുകൂടി നിർത്തണം എന്നുള്ളതായിരിക്കും അത്രേ. അങ്ങനെ എന്ത് തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരുടെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ദിവസം മുക്തനാവണം എന്നുള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞേക്കാം. ഇനി 6ാമത്തതാണ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ, ഉറക്കെ കേൾക്കാൻ കേട്ടോ, വെറുതെ കേട്ട് പോയത്, ഉറക്കെ കേൾക്കണം. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് അവസരം തരാത്തെന്ന് വെച്ചാല് സമയം കുറെ പോയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളെ സമയം അനാവശ്യമായിട്ട് നമ്മള് സ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോണേ. ലെക്ചർ മെത്തേഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
നിങ്ങൾക്ക് അതിങ്ങനെ ജസ്റ്റ് ഒച്ചപ്പാടകരം റേഡിയോ പോലെയാണെന്നൊക്കെ എനിക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് മെത്തേഡ് മനസ്സിലാക്കാനുള്ള ഒരു അവസരം. ഓക്കെ, ഇനി ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. ഇതാണ് ഇന്നത്തെ ക്ലാസ് റൂമിലൊക്കെ ഉള്ളത്. അതിൽ ആ പേര് തന്നെ ഉണ്ട് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. അഥവാ ലേണിംഗ്, കുട്ടികൾ ലേണിംഗ് ബൈ ഡൂയിങ്. ഇതിന്റെ ഒരു മോട്ടോ ആണ് ആക്ച്വലി. കുട്ടികൾ ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്ത് ലേണിംഗിലേക്ക് എത്തുക എന്നുള്ളതാണ്. കുട്ടികൾ ഒരുപാട് ലേണിംഗ് പ്രോസസ്സിൽ, ലേണിംഗ് ആക്ടിവിറ്റികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവര് എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് പഠിക്കും. ഇതില് ഈ ആക്ടിവിറ്റി എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. തമിഴ്നാട് 2003 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും പിന്നെ 2004 2005 അത് ചെന്നൈയിൽ സ്കൂളുകളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതും 2006 2007 അക്കാഡമിക് ഇയർ, ആ ഒരു അക്കാഡമിക് ഇയറിലാണ് തമിഴ്നാട് പിന്നെ എലമെന്ററി സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്തതെന്നും 1 മുതൽ 4 ക്ലാസ് വരെ. അങ്ങനെയുള്ളൊരു 3-4 പോയിന്റ്സ് അതിൽ പറയുന്നുണ്ട്. അത്രേ പറഞ്ഞുള്ളൂ. സോ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഉള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് കരിക്കുലത്തിൽ പറഞ്ഞ ഒരുപാട് ആക്ടിവിറ്റികൾ, ചെറുതും വലുതുമായിട്ടുള്ള ഇൻഡിവിജ്വലും ഗ്രൂപ്പും ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ നിന്ന് നോളജ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് ആക്ടിവിറ്റീസ് അറേഞ്ച്ഡ് ഇൻ ഈച്ച് ലേണിംഗ് സ്റ്റെപ്പ്. ഓരോരോ ലേണിംഗ് സ്റ്റെപ്പിലും അല്ലെങ്കിൽ ഓരോരോ സ്റ്റേജിലും എന്തുണ്ടാവും, ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യും. ഓക്കെ, അപ്പൊ അതില് അവർക്ക് വേണ്ട മോട്ടിവേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാകും. അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ളത്, അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ആക്ടിവിറ്റീസ്, അങ്ങനെ അവരുടെ മൊത്തം സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു പിന്നെ നമ്മുടെ ലേണിംഗിന്റെ ഭാഗമായിട്ട് കൊടുക്കുക. ഇതാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൽ അവരുടെ വിഷ്വൽ എക്സ്പീരിയൻസ്, വിഷ്വൽ മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവും. ഓഡിറ്ററി ഉണ്ടാവും, അഥവാ കാണാനുള്ള കുറെ സംഭവങ്ങൾ. ഓഡിറ്ററി, അവർക്ക് കേൾക്കാനും കേൾവിയിലൂടെ പഠിക്കാനുള്ള സംഭവങ്ങൾ. റീഡിങ് ആൻഡ് റൈറ്റിംഗ്, എഴുത്തും വായനയും ഉണ്ടാവും. ദെൻ കിനസ്തെറ്റിക്, അഥവാ അവരുടെ ഇമോഷൻസിനെ എറൗസ് ചെയ്യണതും അവരുടെ ബോഡിലി ഓർ കിനസ്തെറ്റിക് ആണ്. ശാരീരികമായും മാനസികമായും അവർക്ക് ഉല്ലാസം കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ആക്ടിവിറ്റിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൽ റിയൽ ഒബ്ജക്ട്സ് ഉണ്ടാവും. റിയൽ ഒബ്ജക്ട്സ് ഉദ്ദേശിക്കുന്നത് റിയൽ ഇൻസിഡൻസിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ റിയൽ ഇൻസിഡൻസ് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രൊജക്ട് വർക്ക് ഉണ്ടാവും, വീഡിയോ ക്ലാസ്. ചൈനയിലൊക്കെ പറഞ്ഞാല് ചെറിയ ക്ലാസ് മുതൽ തന്നെ അവരെ ഫുള്ള് ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. അവരെ ചൈനയിൽ പറഞ്ഞപ്പോഴാണ്, ചൈനയിലെ ഒരു കുട്ടിയെ പിന്നെ ക്ലാസ് റൂമിൽ, അഥവാ ഈ ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ അത്ര അറിയോ? ഈ വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിൽ തള്ളിയിടുക. നമ്മളെ സ്വിമ്മിംഗ് പൂളൊക്കെ അല്ലേ, അതുപോലെ അവർ മുങ്ങൂല, അതിന് ഉള്ളിൽ നെറ്റ് ഉണ്ടാവും, അവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ അതിലിങ്ങനെ കൊണ്ടുപോയി തള്ളിടുക, ഉയർത്തുന്നത് ഇങ്ങനെ താഴത്തേക്ക്, ദാറ്റ് മീൻസ് വെള്ളത്തിലേക്ക് കുന്തിടുക, തള്ളിടുക, ഇങ്ങനെയൊക്കെ ചെയ്യും. അത്രേ എന്തിനാ അറിയോ അങ്ങനെ ചെയ്യണേ? അവർക്ക് പിന്നെ ധൈര്യം ഉണ്ടാവാന്, സ്വിമ്മിങ് പഠിക്കാന്, സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാന്, ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്കില്ലുകൾ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ കുട്ടികളെ പല ട്രെയിനിങ്ങിലൂടെ എന്ത് ചെയ്യും, അവരിങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഫുള്ള് ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കുക എന്നൊക്കെയാണ് അവരുടെ ഒരു ബേസ്. അപ്പൊ ഇതിന്റെ മെറിറ്റ് എന്ന് വെച്ചാൽ, ഒന്ന് കണ്ടന്റിന്റെ ബേർഡൻ ഇല്ല, അതുപോലെ എക്സാമിനേഷൻസ് ഒക്കെ ഈ ശരിക്കൂലേ ഈ ആക്ടിവിറ്റി ബേസ്ഡില് എക്സാമിനേഷൻ എന്നുള്ള സിസ്റ്റം ഇല്ല, അഥവാ അസസ്മെന്റ് ആണ്. ഓരോ സമയത്തും അവരെന്ത് ചെയ്യും, അവർക്ക് മാർക്ക് ഇട്ട് കൊടുക്കും. അവസാനം ഒരു എഴുത്ത് പരീക്ഷന്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒക്കെ അവിടെ വളരെ പെട്ടെന്ന് ടീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള കോപ്പറേഷൻ വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, സ്പീച്ച്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്കില്ലുകൾ അവർക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. ഓക്കെ, അതിന്റെ മെയിൻ പ്രത്യേകത മാത്രം പറഞ്ഞതാണ്, സമയം കാരണം കുറെ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ആക്ടിവിറ്റി ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് ആണ്. ചലഞ്ചിങ് ടീച്ചേഴ്സ് വേണം, ക്രിയേറ്റീവ് ടീച്ചേഴ്സ് വേണം, ആക്റ്റീവ് ടീച്ചേഴ്സ് വേണം. ഇതില്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. അതുപോലെ തന്നെ അതിന് വേണ്ട ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുക, അതിന് വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കുക, ഇതൊക്കെ അവർക്ക് ഭയങ്കര ടാസ്ക് ആണ് എന്നുള്ളതാണ്. പിന്നെ 7 ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്. ഓക്കെ, 7ാമത്തത് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സ് ആണ്. അതും ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്
പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ആക്റ്റീവ് ലേണിംഗ് ഈസ് ആൻ അപ്രോച്ച് ടു ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇൻവോൾവ് ആക്ടിവിറ്റി എൻഗേജ്ഡ് സ്റ്റുഡൻസ് വിത്ത് കോഴ്സ് മെറ്റീരിയൽ എന്നാണ്. ത്രൂ ഡിസ്കഷൻ, പ്രോബ്ലം സോൾവിങ്, കേസ് സ്റ്റഡീസ്, കെയർ സ്റ്റഡീസ് അല്ല, കേസ് സ്റ്റഡീസ്, റോൾ പ്ലേ, അതർ മെത്തേഡ്സ്. ആക്ച്വലി നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റി ബേസ്ഡ് ആയ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ആക്ച്വലി ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സ് ഉള്ളത്. ഇവിടെ എന്താ വെച്ചാൽ ലേണിംഗ് മെത്തേഡ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. മറ്റേത് ആക്ടിവിറ്റീസിലാണ് അല്ലെങ്കിൽ ലേണേഴ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ലേണിംഗ് മെത്തേഡ്സിലാണ്. ഓക്കെ, അപ്പൊ കുട്ടികൾ ക്രിയേറ്റീവായ അവരുടെ നോളജ്, അനാലിസിസ്, സിന്തസിസ്, അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ലേണിംഗ് മെത്തേഡ്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സിന്റെ ഒരു പ്രത്യേകത. അതിൽ ഒരുപാട് റിഫ്ലക്ഷൻ ഉണ്ടാകും അല്ലെ, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെ ലേണിംഗ് ടാസ്കുകൾ ഫുള്ള് കോംപ്ലക്സ് ആയിട്ടുള്ള ലേണിംഗ് ടാസ്കുകൾ ഉണ്ടാകും. ഇതൊക്കെ അതിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ നാച്ചർ ഓഫ് ആക്റ്റീവ് ലേണിംഗിൽ ഈ പറഞ്ഞ റോൾ പ്ലേ, ഒരുപാട് ഡിസ്കോഴ്സുകൾ ഉണ്ടാവും. ഓക്കെ, അഥവാ ലേണിംഗ് മെത്തേഡ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റോൾ പ്ലേ, കേസ് സ്റ്റഡി, ഗ്രൂപ്പ് പ്രൊജക്ട്, തിങ്ക്, പെയർ, ഷെയർ, പിയർ ടീച്ചിങ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ അതിൽ അഡോപ്റ്റ് ചെയ്യും. ടീച്ചർ ഈസ് എ ഗൈഡ് ആണ്, കാരണം കുട്ടികളാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ടീച്ചറിന്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ സ്കഫോൾഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ലേണർ സെന്റേഡ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജും നാച്ചുറും ഒക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഇവിടെ ഉൾപ്പെടുത്താം കേട്ടോ. ഇവിടെയുള്ള സ്ട്രാറ്റജീസ് ആണ് തിങ്ക്, പെയർ, ഷെയർ. അഥവാ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നു, അവരത് ഷെയർ ചെയ്യുന്നു, അത് അവര് പിന്നെ പെയർ ആകുന്നു, ഷെയർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ 1 minute പേപ്പർ ടെസ്റ്റ്, ദാറ്റ് മീൻസ് അവർക്ക് കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ചെറിയ ചെറിയ ടാസ്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക് കൊടുക്കുന്നു, പരസ്പരം കോപ്പറേറ്റ് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ ആക്റ്റീവ് എന്താ പറയുക പറഞ്ഞേ, ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് പറയണില്ല, സെയിം ആണ്, മറ്റേതിന്റെ സെയിം ആണ്. ലാസ്റ്റ് വൺ മൈൻഡ് മാപ്പ് ആണ്. 8 മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, മൈൻഡ് മാപ്പ്. ഇതിനെ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയും, മൈൻഡ് മാപ്പ് എന്ന് പറയും. സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പുതിയ കോണ്ടന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. കോംപ്ലക്സ് ആയ ഐഡിയനെ സിമ്പിൾ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ വെർബലിസം കുറക്കാൻ പറ്റും. ഒരുപാട് പറഞ്ഞിങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഇതിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ ഷോർട്ട് ആണ്, ഈസി വേ ആണ്, അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ്സ് സിമ്പിൾ ആണ്. ഇതൊക്കെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും ഇതൊരു നോട്ട് ടേക്കിംഗ് മെറ്റീരിയൽ ആണ്, ഒരു നോട്ട് ടേക്കിംഗ് സ്ട്രാറ്റജിയാണ്. എന്ത് പഠിക്കുകയാണെങ്കിലും എത്ര കോംപ്ലക്സ് ആയ ഐഡിയ പഠിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള മൈൻഡ് മാപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സിമ്പിൾ ആണ്, ഭയങ്കര സംഭവമാണ്, ഭയങ്കര ക്രിയേറ്റീവ് ആണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന കോണ്ടന്റുകൾ എന്ത് ചെയ്യണം, മൈൻഡ് മാപ്പുകളാക്കി പഠിക്കാം എന്നുള്ളതാണ് ഈ മൈൻഡ് മാപ്പിംഗ് ഇതിലുള്ളത്. അതിന് സ്റ്റെപ്പ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതുണ്ടോ, പ്രസന്റ് ഇൻഫർമേഷൻ ഇഫക്റ്റീവ്ലി, ഇംപ്രൂവ്, ഇതിന്റെ പർപ്പസ് ആണ് കേട്ടോ. ഇംപ്രൂവ് റീഡിംഗ് കോംപ്രഹെൻഷൻ, ഇൻസ്പയർ ക്രിയേറ്റിവിറ്റി, ഇംപ്രൂവ് മെമ്മറി ആൻഡ് റിക്കോൾ, ഇതിനൊക്കെയുള്ള അഡ്വാൻറ്റേജുകൾ പറയുന്നുണ്ട്. കാരണം ഒരു വലിയ കണ്ടന്റിനെ വളരെ സിമ്പിൾ ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ വരക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഇത് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം എന്നാണ് വിളിക്കുക. അതിന് 4 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഒന്ന്, മെയിൻ ഐഡിയ ഇൻ ദ സെന്റർ. ഇതിനുണ്ടോ, ഈ ലേണിംഗ് തിയറീസ് എന്നുള്ള മെയിൻ ഐഡിയ ഇതിന്റെ സെന്ററിൽ കൊടുത്തുകയാണ്. ദെൻ ഡ്രോ ബ്രാഞ്ചസ്, ഇതിന് ഓരോ ബ്രാഞ്ചുകളും ഉണ്ടാവും. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇത് സർക്കിളായി തന്നെ വരക്കണം എന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഹാർട്ട് ഷേപ്പിൽ വരക്കാം, അതല്ലെങ്കിൽ ചതുരാക്കി വരക്കാം, ത്രികോണാക്കി വരക്കാം, പിന്നെ നമ്മളൊരു മരത്തിന്റെ ലീഫ് ഉണ്ടല്ലോ അതേപോലെയൊക്കെ വരക്കാം. ഇങ്ങനെ പല ഷേപ്പിൽ വരക്കാൻ പറ്റും. ദെൻ ഫ്രം ബ്രാഞ്ച് മോർ ഐഡിയാസ് ക്യാൻ ബ്രാഞ്ച് ഓഫ്. ഇതിൽ നിന്ന് തന്നെ ഇനി സബ് ആയിട്ട് പോവാം. അപ്പോൾ ഇതിൽ ലേണിംഗ് തിയറീസ് ഉണ്ട്, അതിൽ തന്നെ ഈസി ടു ഡിഫിക്കൽട്ട് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് പോവാം. അങ്ങനെ ആ ഒരു കണക്ഷൻ, ആ ഒരു ഫ്ലോ എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കോൺസെപ്റ്റുകൾ അതിലേക്ക് നമുക്ക് ചേർക്കാം. പിന്നെ കളർ ഇമേജസ് ഒക്കെ പറ്റുകയാണെങ്കിൽ, അഥവാ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കളർ ഇമേജസ് കൊടുക്കുകയാണെങ്കിൽ ഓരോരോ ഡിഫറെന്റ് ഐഡിയാസിന് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളൊക്കെ അതിന്റെ യൂസസ് ഒക്കെയാണ്. ഇത് ഹെൽപ്പ് ടീച്ചർ ആൻഡ് ട്രെയിനി ഐഡന്റിഫൈ ടീച്ചിങ് റൂട്ട്, എവിടേക്കാണ് ടീച്ചിങ് പോകേണ്ടത്, എന്ത് കണ്ടനാ പഠിക്കണത്, അതിന്റെ എത്രത്തോളം അതിന്റെ വ്യാപ്തി ഉണ്ട് എന്നൊക്കെ ഉള്ളത് ടീച്ചേഴ്സിനും കുട്ടികൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാം.
അതുപോലെ തന്നെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ന്യൂ കോൺസെപ്റ്റ് പഠിപ്പിക്കാം. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതുപോലെ ആ ഒരു ഫ്ലോ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ്, അതുപോലെ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് കുട്ടികളെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണ്. അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയി ലോജിക്കലായി ഐഡിയാസിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കുറെ അഡ്വാൻറ്റേജും ഫീച്ചേഴ്സും ഒക്കെ ഈ ഒരു മൈൻഡ് മാപ്പിങ്ങിന് ഉണ്ട്. ഇതൊക്കെ ആ ഒരു പറഞ്ഞതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്നുള്ളതാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്. കുട്ടികൾ ഒന്നുകൂടി മെറ്റാ കൊഗ്നിഷനിലേക്ക് എത്തുകയാണ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് എത്തുകയാണ്. മുന്നേ പഠിച്ചതിനെ ഒരു പുതിയ കോൺസെപ്റ്റിലേക്ക്, പുതിയ സിറ്റുവേഷനിലേക്കൊക്കെ പഠിക്കുന്നതാണ് ആക്ച്വലി അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്ന 9ാമത്തെ മെത്തേഡ്. ഇവിടെ ഇൻസ്ട്രക്ടർക്ക് ഒരു പ്രത്യേക റോൾ ഉണ്ട്. കുട്ടികൾ എന്ത് ചെയ്യണം? മെറ്റാ കൊഗ്നിഷനിലേക്ക് എത്തിക്കണം. നമ്മൾ ഇന്നലെ ഒരു നോളജ് ടീച്ചിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടൈപ്സ് ഓഫ് ടീച്ചിങ് പഠിച്ചിരുന്നില്ലേ? ഇന്നലെ ഓർമ്മ ഉണ്ടാവും? അതില് അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു റിഫ്ലക്റ്റീവോ അല്ലെ, റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്തോ സ്റ്റെപ്പ് ആ ഒരു ലെവലിലൊക്കെ കൊണ്ടുപോകുന്ന സാധനമാണ് ആക്ച്വലി. അഥവാ കുട്ടികൾ എന്ത് ചോദിച്ചാല് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് ആണ് ഇത്, അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, കുറച്ചൊരു മെറ്റാ കൊഗ്നിഷൻ ആണ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങും അപ്ലിക്കേഷനും ഒക്കെ ഉള്ളതാണ്, പ്രോബ്ലം സോൾവിങ് റിലേറ്റഡ് ആണ് ആക്ച്വലി ഈ ഒരു അഡ്വാൻസ്ഡ് ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇവിടെ ടീം ബേസ്ഡ് ലേണിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അഥവാ ഓരോ അതിന് പറ്റുന്ന തീമുകളായി തിരിഞ്ഞ് അവർ പ്രാക്ടിക്കലി അവരുടെ പ്രീവിയസ് നോളജിനെ പുതിയ നോളജിലേക്ക് എൻഗേജ് ആകുന്നു. അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും ഒക്കെ നടത്തി അവർ മുന്നോട്ട് പോവാണ്. പിന്നെ പ്രോബ്ലം ബേസ്ഡ് ആണ്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, അലോ ദ സ്റ്റുഡൻസ് ടു ബി ഇൻക്വയറർ. കുട്ടികൾ ഫുൾ അന്വേഷിച്ച് അപ്ലൈ ചെയ്ത് പഠിക്കുകയാണ്. അതുപോലെ തന്നെ തിങ്ക് സ്ട്രാറ്റജി ഓഫ് വാട്ട് യുവർ സ്റ്റുഡൻസ് ടു അക്കംപ്ലിഷ് ബൈ ദ എൻഡ് ഓഫ് ദ ക്ലാസ് ആൻഡ് ഡിസൈൻ യുവർ അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് ലെസൺ അക്കോർഡിംഗ്ലി. കുട്ടികൾക്ക് എന്താണ് ക്ലാസിന്റെ അവസാനം കിട്ടേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് റൂം സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് ഇവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ആക്റ്റീവ് ലേണിംഗ് സ്ട്രക്ചറും അവരുടെ ടൈം ഇതൊക്കെ എന്ത് ചെയ്യണം? അവരെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കണം. സ്റ്റുഡൻസ് മേ ബി ലെസ് ഇഫ് ഡിസൈൻഡ് പുവർലി, സ്റ്റുഡൻസ് മേ ബി ലെസ് എൻഗേജ്ഡ്. ഒരു ടീച്ചർ അവർക്ക് എത്രത്തോളം ടാസ്ക് കൊടുക്കുന്നുവോ അത്രയും അവരെന്ത് ചെയ്യും? എൻഗേജ്ഡ് ആയിരിക്കും. എന്നാലോ നല്ല ടീച്ചേഴ്സ് അല്ലെങ്കിൽ മിനിമം ടാസ്ക് കൊടുക്കുള്ളൂ, അവർ മിനിമം മാത്രമേ എൻഗേജ്ഡ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിന് നല്ല ക്രിയേറ്റീവായി എന്ത് ചെയ്യണം? സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്ത് ചെയ്യാം? ഡെവലപ്ഡ് ആയ സ്റ്റുഡൻസിനെ ഉണ്ടാക്കാം. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒരു ഓവർവ്യൂയിലേക്ക് പോവാണ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. ആദ്യം പഠിച്ചത് എന്താണ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ്. അവിടുന്ന് ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 3 മെത്തേഡ്സ് അതിൽ പറഞ്ഞു: ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ടീം ടീച്ചിങ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, പിന്നെ ഫീച്ചേഴ്സ്, നാച്ചുറൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2 ലേണർ സെന്റേർഡ് മെത്തേഡ്സ് കണ്ടെത്തിയത്. ലേണർ സെന്റേർഡ് മെത്തേഡ്സ് ഏകദേശം 9 പറഞ്ഞു. സെൽഫ് ലേണിംഗ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, ദ കെല്ലർ പ്ലാൻ, പ്രൊജക്ട് മെത്തേഡ്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്, മൈൻഡ് മാപ്പ്, അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സ്. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാ? ഡിഫറെന്റ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജികളെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 2 പറഞ്ഞു: ടീച്ചർ സെന്റേർഡും ലേണർ സെന്റേർഡും. ഓക്കെ, ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു 3/4 സമയത്ത് പറഞ്ഞിരുന്നു എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അത് നിർബന്ധമായിട്ടും കീപ്പ് ഇൻ മൈൻഡ്. ആദ്യം എന്ത് പഠിക്കുക? 2 ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ടെന്ന് മാത്രം പഠിക്കുക. അതിൽ ടീച്ചർ സെന്റേർഡിന് 3 എക്സാമ്പിൾ പഠിക്കുക, ലേണർ സെന്റേറിന്റെ 9 മെത്തേഡ്സ് പഠിക്കുക. അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ കുറച്ച് പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്താം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രൂപത്തിൽ അത് പേപ്പറിൽ പ്രസന്റ് ചെയ്യാം, എക്സാമിന് പ്രസന്റ് ചെയ്യാം, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കോണ്ടന്റ് എങ്ങനെ പഠിക്കാം എന്ന് മാത്രമാണ് അതിൽ നമ്മൾ പറഞ്ഞത്. സമയമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനും കഴിയും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓരോരോ പോയിന്റ് ആക്കി പഠിച്ച് വിശദമായി പഠിച്ച് തന്നെ എക്സാമിന് റെഡി ആവുക. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഒരു ടോപ്പിക്, ദാറ്റ് മീൻസ് ഒരു യൂണിറ്റ് കൂടി ബാക്കിയുണ്ട്. അത് തൊട്ടടുത്ത ദിവസങ്ങളായി തന്നെ നമ്മളത് നിർബന്ധമായിട്ടും ക്ലാസ് വെക്കും. സോ എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, പാസ്സാവുക. ഓക്കെ, ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, എന്താ പറയാ,
ഇനി കൂടുതലായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു യൂണിറ്റേ ബാക്കിയുള്ളൂ. അപ്പം ബാക്കിയുള്ളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എക്സാമിനുള്ള കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. സെൽഫ് മോട്ടിവേറ്റഡ് ആവുക, സെൽഫ് ലേണിംഗ്, സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് അപ്രീസിയേഷൻ ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.